ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലേ. ആ അമീൻസിന്റെ ഏതൊക്കെ എടുത്തു? ലാസ്റ്റ് പോയിന്റ് ബേസിക് നേച്ചർ ഓഫ് അമീൻ ആണ് കേട്ടോ. ഓക്കെ, ബേസിക് നേച്ചർ. അപ്പോൾ എടുത്ത കാര്യങ്ങളൊന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ചെയ്തു. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ദെൻ നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് അമീൻ. പ്രിപ്പറേഷൻ ഓഫ് അമീനിൽ ഫസ്റ്റ് ഹെഡിങ് വന്നത് എന്തായിരുന്നു? റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. ദെൻ റിഡക്ഷൻ ഓഫ് cyanide അല്ലെ or nitrite, then reduction of amide. Then അത് കഴിഞ്ഞിട്ട് നെയിം റിയാക്ഷൻ, അമോണലിസിസ് റിയാക്ഷൻ, ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ, ഹോഫ്മാൻ ബ്രോബൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ അല്ലെ. അതിൽ ബോയിലിംഗ് പോയിന്റിൽ ഓർഡർ ഇതാണ്: പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി. ദിസ് ഇസ് ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് അല്ലെ. പ്രൈമറിക്ക് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ടെറിഷറിക്ക് ആബ്സെന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ആണ് മെയിൻ ആയിട്ടുള്ള ലാസ്റ്റ് പോയിന്റ് എടുത്തത്. എന്തായിരുന്നു? കെമിക്കൽ പ്രോപ്പർട്ടി. അതിലാണ് ബേസിക് അല്ലെ, ബേസിക് നേച്ചർ ഓഫ് അമീൻ കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് എടുത്ത ഒരു ടോപ്പിക് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ അടുത്ത മെയിൻ ഹെഡിങ്സ് വരുന്നത് ആൽക്കൈലേഷൻ, അസൈലേഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് പറയുന്നത്. അത്രയാണ് ഇനി നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ അടുത്ത ഹെഡിങ് ഒന്ന് എഴുതി വെക്കാം. സെക്കൻഡ് ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. ആൽക്കൈലേഷൻ. സെക്കൻഡ് ഹെഡിങ് ആൽക്കൈലേഷൻ. അവർ പറയുന്നു അമീൻ അണ്ടർഗോ ആൽക്കൈലേഷൻ ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. അത് നമ്മൾ അമോണലിസിസിൽ ഓൾറെഡി എഴുതിയതാണ്. ഒരു പ്രാവശ്യം കൂടി വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതാം അല്ലെ. ആൽക്കൈലേഷൻ ഹെഡിങ് എഴുതി വെക്കട്ടോ. ആൽക്കൈലേഷന് ഒരു ഇക്വേഷനേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ അവർ ഒന്നും കൊടുത്തിട്ടില്ല. അവർ പറയുന്നത് റെഫർ ചെയ്യാനാണ് പറയുന്നത്. റെഫർ യൂണിറ്റ് 6 ക്ലാസ് 12 കേട്ടോ. ഓർത്തുക, ഏത് ഹാലോ ആൽക്കൈനിൽ പോയിട്ട് റെഫർ ചെയ്യാനാണ്. എന്തായാലും നമുക്ക് അത് എഴുതാം. ഹാലോ ആൽക്കൈനിൽ അത് എവിടെ വന്നതെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾ പഠിച്ചിരിക്കുന്ന SN1 SN2 ഇല്ലേ? ആ SN2ന്റെ അവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ RX പ്ലസ് ന്യൂക്ലിയോഫൈൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. RXലേക്ക് ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആഡ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. അവിടെയാണ്, ആ ടേബിളിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കാം. ആൽക്കൈലേഷൻ ഒന്ന് ഹെഡിങ് എഴുതി വെക്കാം. ദെൻ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കാം: RNH2 പ്ലസ് RX. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ എക്സും എച്ചും കൂടി അല്ലെ മൈനസ് HX അങ്ങ് പോവും. ബാക്കി എന്ത് വരും? RNHR കേട്ടോ. എഴുതി ആൽക്കൈലേഷൻ ഈ R ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കും കേട്ടോ. R ഡാഷ് എന്ന് കൊടുക്കും. ഫോർ എക്സാമ്പിൾ എഴുതി വെക്കാം: CH3 CH2 NH2 പ്ലസ് CH3 Cl. ഇങ്ങനെ വന്ന CH3 CH2 NH CH3 മൈനസ് HCl അവിടെ നിന്ന് പോകും അല്ലേ. അടുത്ത ഹെഡിങ് അസൈലേഷൻ. നെക്സ്റ്റ് ഹെഡിങ് അസൈലേഷൻ. അടുത്ത ഹെഡിങ് കേട്ടോ. അസൈലേഷൻ. കേട്ടോ. അടുത്ത ഹെഡിങ് വരുന്നതാണ് അസൈലേഷൻ. അസൈലേഷനിൽ എഴുതി വെക്കുക: ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക്. വേഗം എടുത്ത് എഴുതട്ടോ വരുന്ന ആൾക്കാർ. ഇപ്പൊ വന്നേക്കുന്ന ആൾക്കാർ ഹെഡിങ് എഴുതി വെക്കുക: അസൈലേഷൻ. അവിടെ ഒരു പോയിന്റ് എഴുതി വെക്കുക: ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻ. ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് primary and secondary amine react with
react with acid chloride, react with acid chloride, comma, anhydrides by nucleophilic substitution reaction, by nucleophilic substitution reaction, by nucleophilic substitution reaction. Full stop. This is known as acylation. This is known as acylation. അപ്പോൾ നമുക്ക് നോക്കാം ഇക്വേഷൻസ് എങ്ങനെയാണ് അസൈലേഷനിൽ വരുന്നതെന്ന്. CH3 CH2 NH2 എക്സാമ്പിൾ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന എക്സാമ്പിൾ NH2. ഇതിലേക്ക് അസൈൽ ഹാലൈഡ് CH3 COCl, അസൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ CH3 COCl കൊടുക്കാം. ഇവിടെയും നേരത്തെ വന്നതുപോലെയാണ്. ഇവിടെ നോക്കുക, ഇവിടെ നിന്ന് ഒരു H, ഇവിടെ നിന്ന് ഒരു Cl. അപ്പൊ എന്തായിരിക്കും പോകുന്നത്? -HCl അല്ലെ, HCl പോയി, ബാക്കിയുള്ളത് അങ്ങ് ജോയിൻ ചെയ്യണം. അപ്പൊ എങ്ങനെയായിരിക്കും ജോയിൻ ചെയ്യുന്നത്? CH3 CH2 NH അല്ലേ, NH. ഇവിടുന്ന് ഒരു എച്ചും സിയിലും പോയി അല്ലേ, അവിടെ നിന്ന് ബാക്കി എന്ത് വരും? COCH3. അവിടെ ഓർത്ത് നോക്കാം. അപ്പൊ ഈ NH ഉം CO വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് അമൈഡ് അല്ലെ. എന്താ വിളിക്കുന്നത്? അമൈഡ്. ഇതിന്റെ പേരെന്തായിരിക്കും? അമൈഡിന്റെ നോമൻക്ലേച്ചറിൽ അമൈഡ് ഗ്രൂപ്പാണ് പാരന്റ് ചെയിൻ ആയിട്ട് വരുന്നത്. ഇതാണ് പാരന്റ് ചെയിൻ, ഇത് ബ്രാഞ്ച് ആയിട്ട് വരും. അപ്പൊ എന്തായിരിക്കും? N ഈത്തൈൽ എന്ത് വരും? എത്തനമൈഡ്. N ഈത്തൈൽ എത്തനമൈഡ് കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി നോക്കാം. N ഈത്തൈൽ രണ്ട് കാർബൺ ഉണ്ട് അല്ലേ, കൊണ്ട് എത്തനമൈഡ്. N ഈത്തൈൽ എത്തനമൈഡ്. ഇവിടെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, എന്തൊക്കെയാ? പ്രൈമറി, സെക്കൻഡറി അല്ലെ. ടെർഷറി പറ്റുമോ? ഇല്ല അല്ലെ. ഓർത്ത് നോക്കാം, പ്രൈമറിയും സെക്കൻഡറിയും ആയിട്ടുള്ള അമീൻസ് അതും ആരോമാറ്റിക് ആവാം അല്ലെ. എന്ത് ചെയ്യും? അസൈലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും കേട്ടോ. ഒന്ന് ഓർത്ത് നോക്കാം. ഒരു എക്സാമ്പിളും കൂടി എഴുതാം. നമുക്ക് സെക്കൻഡറി കൂടി എഴുതി നോക്കാം. CH3 CH2 NH CH3. ഇതാണ് സെക്കൻഡറി അമീൻ. സെക്കൻഡറി അമീനിലേക്ക് അസൈലേഷൻ ചെയ്താൽ എങ്ങനെയായിരിക്കും? CH3 CH2 COCl അല്ലേ. ഓക്കെ, ഞാൻ ഒന്ന് മാറ്റി കൊടുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ എത്ത് മാത്രം കൊടുക്കണ്ടല്ലോ എഴുതിയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ എന്നിന്റെ അടുത്തുള്ള H കണ്ടോ, എല്ലാം ചെയ്യുന്ന മെത്തേഡ് ഓർത്തു നോക്കുക. H, പിന്നെന്താ ചെയ്യുന്നത്? Cl. ഇതിന് തൊട്ടുമ്പോ അങ്ങനെയല്ലേ ഞാൻ ചെയ്തേ? HCl മാറ്റും, എന്നിട്ട് എവിടെ നിന്നാണോ റിമൂവ് ചെയ്യുന്നത് അവർ തമ്മിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യിപ്പിക്കണം അല്ലേ. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് പേര് കിട്ടും കേട്ടോ? ജ്യൂസ് പറയണം കേട്ടോ. ഇതിന്റെ നോമൻക്ലേച്ചർ ഒന്ന് പറയണം. CH3 CH2 N CH3 ഉണ്ടോ. ബാക്കിയുള്ള പോർഷൻ ആണ് ഇവിടെ നിന്ന് വരുന്നത്. അത് ഞാൻ റെഡിൽ എഴുതാം. COCH2 CH3. എങ്ങനെയായിരിക്കും ചോദിച്ചത് ഒന്ന് പറഞ്ഞു നോക്കിയാൽ നോമൻക്ലേച്ചർ. ശരിയാ. N ഈത്തൈൽ ഇല്ല. N ഈത്തൈൽ എന്ന് പറയുമ്പോൾ അതെ, ഇത് എന്നിലേക്ക് ഈത്തൈൽ വന്നു. എന്നിലേക്ക് എന്ത് വരും? മീതൈൽ അല്ലെ. N മീതൈൽ, പിന്നെ എന്ത് വരും? N മീതൈൽ പ്രൊപ്പനമീൻ. കണ്ടോ, ഓർത്ത് നോക്കുക. റെഡ് കളറിലുള്ളതാണ് പാരന്റ് ചെയിൻ കേട്ടോ. പ്രൊപ്പനമൈഡ് ആണ് കേട്ടോ. ഓക്കെ, ഗുഡ്. അപ്പോ N ഈത്തൈൽ N മീതൈൽ പ്രൊപ്പനമൈഡ്. ടെറിഷറിക്ക് വരില്ല, ഈ റിയാക്ഷൻ നടക്കില്ല. വാട്ട് ഇസ് റീസൺ? എന്തായിരിക്കും? ഇതൊരു കീ റീസൺ ക്വസ്റ്റ്യനാണ്. ഹൈഡ്രജൻ ഇല്ല അല്ലെ. NH ഹൈഡ്രജൻ ബോണ്ട് അവിടെ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ, കാർബൈൽ അമീൻ റിയാക്ഷൻ. അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാം നമുക്ക്. ഇതിനു മുമ്പ് ഒരു കുഞ്ഞു ഹെഡിങ്, ആൽക്കൈലേഷൻ. അത് കഴിഞ്ഞിട്ട് അസൈലേഷൻ കേട്ടോ.
രണ്ട് ഹെഡിങ്സ് ആണ് എഴുതിയിരിക്കുന്നത്, ആൽക്കൈലേഷൻ, അസൈലേഷൻ. അപ്പൊ ഇപ്പൊ ഇന്നെടുത്ത് ആൽക്കൈലേഷൻ, ആദ്യത്തെ കട്ടിങ് ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അസൈലേഷൻ ആണ് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അസൈലേഷൻ എഴുതുന്നുണ്ടോ അപ്പൊ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത കേട്ടോ. അടുത്ത് എഴുതി വെച്ചോ, കാർബൈൽ അമീൻ റിയാക്ഷൻ. നെക്സ്റ്റ് കാർബൈൽ അമീൻ റിയാക്ഷൻ. കാർബൈൽ അമീൻ റിയാക്ഷൻ. നെക്സ്റ്റ് കാർബൈൽ അമീൻ റിയാക്ഷൻ. കാർബൈൽ അമീൻ റിയാക്ഷൻ. നെക്സ്റ്റ് ഹെഡിങ് ആണ് കാർബൈൽ അമീൻ റിയാക്ഷൻ. ഇതൊരു നെയിമിംഗ് റിയാക്ഷൻ ആണ്. നമ്മൾ നേരത്തെ ഇതുപോലെ ഇതൊരു ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെയിമിംഗ് റിയാക്ഷൻ ആണ്. നമുക്കറിയാം അമീൻസിൽ പ്രൈമറി അമീനിലേക്ക് ഈ കാർബൈൽ അമീൻ ഇടുന്ന റിയേജന്റ് എന്ന് പറയുന്നത് സയനൈഡ് ആണ്, KCN ആണ്. KCNും അത് സോറി KOHും ക്ലോറോഫോം ഇടും. KOHും ക്ലോറോഫോം. അപ്പൊ അവിടെ നിന്ന് വരുന്ന ബൈ പ്രോഡക്റ്റ് ആയിട്ട് അത് ഇത് വരുന്നത് ഐസോസൈനൈഡ് ആണ്. അത് ഫൗൾ സ്മെല്ലാണ്. അപ്പൊ ആ ഐസോസൈനൈഡ് ഫൗൾ സ്മെല്ല് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് പ്രൈമറി അമീൻ ആണ് കേട്ടോ. അപ്പൊ പ്രൈമറി അമീൻ ട്രീറ്റഡ് വിത്ത് KOH ആൻഡ് ക്ലോറോഫോം. ക്ലോറോഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? CHCl3. എന്താ കിട്ടുന്നത്? ഒരു ഫൗൾ സ്മെൽ. അതെന്തായിരുന്നു? ഐസോസൈനൈഡ്, RNC കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ പ്രയോറിറ്റി. ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് പ്രൈമറി അമീൻ. ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് പ്രൈമറി അമീൻ. ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് പ്രൈമറി അമീൻസ് on heating with aliphatic and aromatic primary amines on heating with chloroform aliphatic and aromatic primary amines on heating with chloroform and potassium hydroxide. Chloroform and potassium hydroxide. Chloroform and potassium hydroxide. Chloroform and potassium hydroxide to form isocyanate. To form isocyanate. To form isocyanate. Which are foul smelling substance. Which are foul smelling substance. Which are foul smelling substance. This reaction is known as carbyl amine reaction. Carbyl amine reaction or isocyanate test. Or isocyanate test. Isocyanate test. Next line എഴുതി വെക്കുക. It is used as a test for primary amine. It is used as a test for primary amine. It is used as a test for primary amines. It is used as a test for primary amine. അപ്പോൾ ഇപ്പൊ നമ്മൾ കണ്ട കാർബൈൽ അമീൻ ആണ്. അതിന്റെ ഇക്വേഷൻസ് ഒന്ന് എഴുതാം കേട്ടോ. RNH2 പ്രൈമറി അമീൻ ആണ് നമ്മൾ നോക്കുന്നത്. അതിലേക്ക് ക്ലോറോഫോം CHCl3 then KOH potassium hydroxide. ഇത് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന RNC. ഇതാണ് ഫൗൾ സ്മെൽ സബ്സ്റ്റൻസ് ആയിട്ട് മെയിൻ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് വരുന്ന RNC ആണ്. ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് KCl and H2. ഇവിടെ എഴുതി വെക്കുക ഐസോസൈനേറ്റ് ഫൗൾ സ്മെൽ സബ്സ്റ്റൻസ്. ഇവിടെ ക്ലോറോഫോം ഒന്ന് എഴുതി വെച്ചോട്ടോ. ക്ലോറോഫോം നന്നായി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലോറോഫോം ഇതിനു മുമ്പ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു നെയിമിംഗ് റിയാക്ഷൻ ഉണ്ട്. ഏതാണ് എന്ന് കിട്ടും. അത് രണ്ടും പറയുമ്പോൾ ഒരേപോലെ ഇരിക്കും. നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഒബ്സർവേഷൻ ആ വരണ്ടേ കേട്ടോ. ഓർത്ത് നോക്കുക. കോമ്പൗണ്ട് A റിയാക്ട് വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കലി. അതിനും ആൽക്കലി ഉണ്ട്, ഇതിനും ആൽക്കലി ഉണ്ട്. എന്തായിരുന്നു നെയിം റിയാക്ഷനാണ്. ഈ ചാപ്റ്റർ അല്ല. ശരിയാ. ഫ്രിഡർ ക്രാഫ്റ്റ് ആണോ? അല്ല.
ഫ്രിഡൽ ടാഫ്റ്റിൽ CH. എന്തുകൊണ്ട് ജോസഫ് പറഞ്ഞ റൈറ്റ് ആണ് ആക്ച്വലി, അതും ഒരു ഒബ്സർവ് ചെയ്തോ. ജോസഫ് പറയാൻ കാരണം CH3Cl ആണ് ഫ്രിഡൽ ടാഫ്റ്റിൽ അല്ലെ, ഇതിൽ CHCl3 ആണ് കേട്ടോ. ഓക്കെ, അത് നല്ല കാര്യമാണ്. കാരണം എന്താ പറയുക, ആ വ്യൂ എല്ലാവർക്കും കിട്ടും കേട്ടോ, നിങ്ങൾ പറയണം അങ്ങനെ. ശരിയാ, റൈമർ ടൈമർ റിയാക്ഷൻ കേട്ടോ, ഓർത്തോക്കെ ഉള്ള തുടങ്ങുമ്പോൾ തന്നെ പറയാം. റൈമർ ടൈമറിൽ എന്താ ഉപയോഗിച്ചത്? ആ, ക്ലോറോഫോം അവിടെയും ഉണ്ട്, എന്നെ ചോദിച്ചു, ഓർക്കെ ചോദിച്ചു അല്ലെ, അവിടെ ആൽക്കലി തന്നെ പറയുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ എന്തായിരുന്നു, ഫിനോൾ അല്ലെ, ഫിനോളിലേക്ക് ക്ലോറോഫോം ആൻഡ് KOH ഓർ NaOH അല്ലെ, NaOH ഇടുമ്പോ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുന്നത്? സാലിസിലിക് ആൽഡിഹൈഡ്. ബെൻസീനിന്റെ മുകളിൽ എന്ത് വരും? OH ആൻഡ് CHO അല്ലെ. കോൾസ് എന്തായിരുന്നു? സാലിസിലിക് ആസിഡ്. അതിലേതൊക്കെയാ റിയേജന്റ്? NaOH. സെക്കൻഡ് റിയേജന്റ് എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് CO2 അല്ലെ, ആൻഡ് H+. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടണം. അപ്പൊ ഞാൻ ഈ പറയുന്നത് എന്താ പറയുക, ഈ ക്ലോറോഫോം നമുക്ക് ഈ ഒരു റിയാക്ഷൻ ഒക്കെ കാണുമ്പോൾ ഓക്കെ, പക്ഷെ ഈ 4 ചാപ്റ്റർ ഇപ്പൊ കഴിയുമല്ലോ, അത് കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങും. ഇതങ്ങ് മിക്സിങ്, അവിടെയാണ് ആകെ ടഫ് ഉള്ളത്. അത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് അല്ലെ മാർക്ക് നല്ലൊരു മാർക്കിലേക്ക് വരും കേട്ടോ. ഓക്കെ, ഇത് ഓർഗാനിക്കിൽ തന്നെയാണ് ഗെയിം, ആ ടൈപ്പുകളെല്ലാം നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റണം കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ നിന്നാണ് വരുന്നത്, ഇന്ന് കഴിയും കേട്ടോ നമുക്ക് ഏകദേശം. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി പോകുക, റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. നെക്സ്റ്റ് ഹെഡിങ്, റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. ഫസ്റ്റ് പോയിന്റ് അവിടെ പ്രൈമറിയും അതുപോലെ തന്നെ ആരോമാറ്റിക്കിന്റെ കാര്യം പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, പ്രൈമറി ആലിഫാറ്റിക് അമീൻ. പ്രൈമറി ആലിഫാറ്റിക് അമീൻ റിയാക്ട് വിത്ത് നൈട്രസ് ആസിഡ്. React with nitrous acid to form aliphatic diazonium salt. Aliphatic diazonium salt. Aliphatic diazonium salt. Which being unstable, comma, liberate nitrogen gas, unstable, comma, liberate nitrogen gas, diazonium salt, which being unstable, comma, liberate nitrogen gas quantitatively and alcohol. Quantitatively to form alcohol. Quantitatively to form alcohol. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കാര്യം ഓർത്തു വെക്കാം. RNH2 അതിലേക്ക് HNO2 ഓർ NaNO2 എന്ന് പറയുമ്പോൾ നൈട്രജൻ അതാണ് NaNO2 ആൻഡ് HCl. ഇത് രണ്ടെണ്ണമാണ് വരുന്നത് കേട്ടോ. ഈ റിയാക്ഷൻ പഠിക്കുമ്പോൾ ഒരു കാര്യം ശരിക്കും ശ്രദ്ധിച്ചേക്കണം. RNH2 പ്ലസ് എൻ്റെ ഒപ്പം എഴുതണ്ട കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം ആദ്യം എഴുതും, എന്നിട്ട് അത് എഴുതിപ്പിക്കില്ല. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം ആദ്യം എഴുതും, അത് കഴിഞ്ഞിട്ട് അത് എഴുതിപ്പിക്കില്ല. കാരണം ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എറർ വരും കേട്ടോ. അതുകൊണ്ട് പറയാം, HNO2 ഇടും കേട്ടോ. ഓർത്ത് നോക്കുക, HNO2 ഓറാണ്. ടെക്സ്റ്റ് ബുക്കിൽ രണ്ടും ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായി? HNO2 അതിൽ ഓറാണ് ആക്ച്വലി വരേണ്ടത്. അപ്പോൾ HNO2 ഓർ എന്ത് കൊടുക്കാം നിങ്ങൾക്ക്? NaNO2 പ്ലസ് HCl. ഈ NaNO2 HCl കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണേ നോക്കിയേ, ഈ Naയും Cലും കൂടി എന്ത് പോവും? NaCl. ബാക്കി എന്തുണ്ട്? HNO2 ആണ്. ഓർത്ത് നോക്കുക, അതാണ് ഈ HNO2. അപ്പൊ ഇത് ഓറാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഓർന്ന് കൊടുത്തിട്ടില്ല, ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൊടുത്തുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അല്ലേ? ഓക്കെ, ഓർത്ത് നോക്കുക. ഇപ്പൊ ഇയാളുടെ വീട്ടിൽ 2 കാറുണ്ട് എന്ന് എഴുതിയിട്ട് ഇയാൾ 2 കാറിൽ ഒരുമിച്ച് പോകാൻ പറ്റുമോ? വല്ല കുഴപ്പമുണ്ടാവുണ്ട് അല്ലേ? വേണമെങ്കിൽ ഒരു കാർ ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ നമുക്കറിയാലോ, ദുൽഖറിന് കുറേ വണ്ടിയുണ്ട് അല്ലേ? ഓർത്ത് നോക്കുക, പുള്ളി എല്ലാ ദിവസം പോകാൻ പറ്റുമല്ലോ അല്ലേ? അല്ല, അപ്പൊ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. അതുപോലെയാണ്, ഇത് ഓറാണ് ആക്ച്വലി, മനസ്സിലായി? ഇത് ഒരുമിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓറാണ് ഒന്ന്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അവർ തന്നേക്കുന്നത് ഇങ്ങനെയാണ്. എന്ത് വരും? ഡൈസോണിയം സോൾട്ട്. എങ്ങനെയായിരിക്കും ഡൈസോണിയം സോൾട്ട്? ഡൈസോണിയം സോൾട്ട് ഫസ്റ്റ് നിങ്ങൾ ഹാലോ ആൽക്കൈനിൽ പഠിച്ചേക്കുന്ന ഡൈസോണിയം സോൾട്ട് എന്താണ്? സാൻമേസിൽ എന്തായിരുന്നു? NaNO2 and HCl ഇടുമ്പോ N2 പ്ലസ് ആൻഡ് ശരിയാ പറഞ്ഞു, Cl മൈനസ്. കണ്ടോ അവിടെ കിട്ടി അല്ലേ? Cl മൈനസ്. അപ്പൊ
ഇവിടെ N2 പ്ലസ് ആൻഡ് Cl മൈനസ് കിട്ടും, ഡൈസോണിയം സോൾട്ട്. ഇതെന്താണെന്ന് പറഞ്ഞേക്കുന്നത്, അവിടെ എഴുതി വെച്ചേക്കുന്നത് അൺസ്റ്റേബിൾ ആണ്. ഇതെന്താണ്? അൺസ്റ്റേബിൾ. അൺസ്റ്റേബിൾ ആയി കഴിയുമ്പോൾ എന്തുണ്ടാവും? അൺസ്റ്റേബിൾ ആയി കഴിയുമ്പോൾ പറയാൻ നോക്കിയേ, നൈട്രജൻ ഗ്യാസ് അവിടെ നിന്ന് ലിബറേറ്റ് ചെയ്യും അല്ലേ, എന്നിട്ട് എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അവർ ROH എന്ത് കിട്ടും? N2 ഗ്യാസ്, ROH. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോ എക്സാമിന് ചോദിക്കുന്നത് RNH2 പ്ലസ് HNO2 ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതൂ, ഇതെഴുതരുത്. ഏതെഴുതണം? അതെഴുതണം. അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത് ഇങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എക്സാമുകൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ക്വസ്റ്റൻ ഉണ്ട്, നമ്മൾ ഇത് മാത്രം എഴുതുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഇത് എഴുതേണ്ട ആവശ്യം ഇല്ല കേട്ടോ, ഓർക്കുക. പക്ഷേ ആരോമാറ്റിക്കിന് അത് സ്റ്റേബിൾ ആണ്. ആരോമാറ്റിക് ആയിരുന്നു വെച്ചാൽ ഇവിടെ ബെൻസീൻ ആണെങ്കിൽ അവിടെ എന്ത് എഴുതും? N2 പ്ലസ് ആൻഡ് Cl മൈനസ് കേട്ടോ, ഓർക്കുക. അപ്പൊ അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, ROH ഇവിടെ തന്നെ എഴുതി വെച്ചോ, ROH പ്ലസ് ഇവിടെ ഒരു വാട്ടറും കൂടി കൊടുത്തിട്ടേക്ക് കേട്ടോ, H2 N2 കേട്ടോ, ഓർത്ത് നോക്കാം. ബൈ പ്രൊഡക്റ്റ് ഈ രണ്ടെണ്ണം കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, എഴുതി വെച്ചു. വാട്ടർ ഉണ്ട്, വാട്ടർ വേണ്ട. അപ്പോൾ ഇവിടെ ഡൈസോണിയം സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട്, ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഏതിന്? ആലിഫാറ്റിക്കിന്. ആരോമാറ്റിക്കിന് കുറച്ചും കൂടി സ്റ്റേബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ലൈനിൽ അതാണ് എഴുതാൻ പോകുന്നത്. എഴുതിയില്ലേ? താഴെ അടുത്ത പോയിന്റ്, ആരോമാറ്റിക് amine react with aromatic amine react with nitrous acid at low temperature കേട്ടോ, at low temperature ബ്രാക്കറ്റിൽ എഴുതി നോക്കുക, 273 to 278 273 to 278. 273 എന്ന് പറയുമ്പോൾ എന്താ? 0 ഡിഗ്രി അല്ലേ, ഭയങ്കര ചെറിയ ടെമ്പറേച്ചറിലാണ്, ലോ ടെമ്പറേച്ചർ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ടു ഫോം ഡയസോണിയം സോൾട്ട്. ഇതാണ് ആരോമാറ്റിക് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എഴുതും ഇതേ പാറ്റേണിലാണ്. HNO2 ഇങ്ങനെ എഴുതി വെച്ചു. ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ എഴുതി വെക്കാം, NaNO2 പ്ലസ് HCl ഓർ HNO2 കേട്ടോ, ഓർത്ത് നോക്കാം, ഓർ HNO2 ഇങ്ങനെ തരുമ്പോൾ എന്താ കിട്ടുക? ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഡൈസോണിയം സോൾട്ട്. ഈ റിയാക്ഷൻ എവിടെയാണ് നിങ്ങൾ പഠിച്ചത്? സാൻമേസ്. ഈ ചാപ്റ്ററിലും വരുന്നുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. N2 പ്ലസ് ആൻഡ് Cl മൈനസ് എഴുതി വെച്ചു. സാൻമേസിൽ ഒരു പോർഷൻ ആയിട്ടാണ് നിങ്ങളിത് പഠിച്ചത്. ഇതിന്റെ ശരിക്കുള്ള പേര് കുറച്ച് കഴിയുമ്പോൾ എഴുതും. എന്തായിരിക്കും ഇതിന്റെ പേര്? ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. സാൻമേസിൽ എഴുതിയപ്പോൾ അവിടെ ആ പേജിൽ ഉണ്ടായിരുന്നു മാത്രം ഇതിലേക്ക് നമ്മൾ അല്ലെ Cu2Cl2 ഇടും അല്ലെ, അതാണ് ശരിക്കും സാൻമേസ് എന്ന് പറഞ്ഞാൽ. ഡൈസോണിയം സോൾട്ടിലേക്ക് കുപ്രസ് ക്ലോറൈഡ് ഇടും, Cu2Cl2. അപ്പോൾ എന്തായി മാറും? ക്ലോറോബെൻസീൻ. ആ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാൻമേസ്. പക്ഷെ സാൻമേസ് എഴുതുമ്പോൾ ഇതും കൂടി എഴുതാറുണ്ട് അല്ലെ, കാണിച്ച് തരാറുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. ഓക്കെ, ഈ റിയാക്ഷൻ ഇനി ഈ ചാപ്റ്ററിൽ തന്നെ 2 പ്രാവശ്യം ഇനി എഴുതാനുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് പോവാം. റിയാക്ഷൻ വിത്ത് അരൈൽ സൾഫോണിയൽ ക്ലോറൈഡ്. നെക്സ്റ്റ് ഹെഡിങ്, റിയാക്ഷൻ വിത്ത് അരൈൽ സൾഫോണിയൽ ക്ലോറൈഡ്. റിയാക്ഷൻ വിത്ത് അരൈൽ സൾഫോണിയൽ ക്ലോറൈഡ്. ബ്രാക്കറ്റിൽ എഴുതുക ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് നമ്മൾ ടെസ്റ്റുകളുടെ കൂട്ടത്തിൽ വീണ്ടും എഴുതിപ്പിക്കും, കാരണം നമുക്ക് വേറെ എല്ലാ ടെസ്റ്റുകളും ഒരു പേജിലേക്ക് ആക്കി പഠിക്കാനുള്ളതാണ് കേട്ടോ, ഓർത്ത് നോക്കുക. ഹിൻസ്ബർഗ് ടെസ്റ്റ്, HINSBERGS, ഹിൻസ്ബർഗ് ടെസ്റ്റ് കേട്ടോ. ഓക്കെ, HINSBERG, ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, ഡിസ്റ്റിംഗ്വിഷ്
പ്രൈമറി സെക്കൻഡറി ടെറിഷറി അമീൻ. ഫസ്റ്റ് പോയിന്റ് കേട്ടോ ഓർത്ത് നോക്കുക. ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി സെക്കൻഡറി ടെറിഷറി അമീൻ. ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി സെക്കൻഡറി ടെറിഷറി അമീൻ. ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി സെക്കൻഡറി ടെറിഷറി അമീൻ. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് അതിന്റെ റിയേജന്റ് ഹിൻസ്ബർഗ് റിയേജന്റ് കേട്ടോ ഓർത്ത് നോക്കുക. C6H5SO2Cl. C6H5SO2Cl. ഇതിന്റെ നേരെ ഹൈഫൺ ഇട്ട് ഹിൻസ്ബർഗ് റിയേജന്റ്. ഹിൻസ്ബർഗ് റിയേജന്റ് കേട്ടോ ഓർത്ത് നോക്കുക. ഹിൻസ്ബർഗ് ആണ് എന്ത്? ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി സെക്കൻഡറി ടെറിഷറി അമീൻ. സെക്കൻഡ് പോയിന്റ് റിയേജന്റ് C6H5SO2Cl ഹിൻസ്ബർഗ് റിയേജന്റ്. ഇനി ആദ്യത്തെ പോയിന്റ് എഴുതി വെക്കാം. പ്രൈമറി അമീൻ. ഇനി നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് കേട്ടോ ഓർത്തോ. ഇത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ്, തേർഡ് പോയിന്റ്. പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ്. പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ് to form precipitate. Soluble in alkali. To form precipitate soluble in alkali. To form precipitate soluble in alkali. The primary amine എന്ന് പറഞ്ഞാൽ CH3 CH2 NH2. ഇതാണ് പ്രൈമറി അമീൻ കേട്ടോ. ഓക്കെ. ദെൻ പ്രൈമറി അമീനിലേക്ക് ഏതാ ഇടുന്നത്? ഹിൻസ്ബർഗ് റിയേജന്റ് ആണ് അല്ലേ? ഹിൻസ്ബർഗ് റിയേജന്റ് C6H5SO2Cl ആണ്. അതൊരു സ്ട്രക്ചർ ആയിട്ടൊക്കെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? SO2Cl. ഇത് ശരിക്കും സ്ട്രക്ചർ S ഡബിൾ ബോണ്ട് ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്കും വരെ മുകളിൽ Cl. അങ്ങനെയാണ് കേട്ടോ. അത് കോംപ്ലിക്കേഷൻ വേണ്ട, വളരെ സിമ്പിൾ ആക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? HCl കേട്ടോ ഓർത്ത് നോക്കുക. ഇപ്പോൾ എനിക്കിതിന്റെ ഈ സ്ട്രക്ചർ ഇങ്ങനെ വരക്കാൻ അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ എന്താണ്, നിങ്ങളപ്പോൾ ആ ഒരു കോംപ്ലക്സിറ്റിയിൽ എവിടെയെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ തെറ്റും. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ കേട്ടോ ഓർത്ത് നോക്കുക. അപ്പോൾ പരമാവധി സിമ്പിൾ ആക്കാൻ നോക്കുക. ഈ Cl-ഉം ഇവിടെ നിന്ന് ഒരു എച്ചും എന്ത് വരും? HCl. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്ന് എഴുതിയേക്കുന്ന ആദ്യത്തെ റിയാക്ഷൻ അതിൽ HCl റിമൂവ് ചെയ്തു, ശരിയല്ലേ? രണ്ടാമത് അസൈലേഷൻ അതിൽ എന്ത് ചെയ്തു? HCl റിമൂവ് ചെയ്തു അല്ലേ? അപ്പൊ ഏകദേശം ഒന്ന് പാറ്റേൺ ഓർത്ത് നോക്കുക, അപ്പൊ പഠിക്കാൻ എളുപ്പമായിരിക്കും. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? HCl റിമൂവ് ചെയ്ത് അത് ജോയിൻ ചെയ്യുമ്പോൾ എന്ത് വരും? CH3 CH2 പിന്നെ എന്ത് വരും അല്ലേ? SO2 Cl പോയല്ലോ അല്ലേ? സോറി, N ഉണ്ടല്ലേ? NH അത് കഴിഞ്ഞിട്ട് എന്ത് വരും അല്ലേ? SO2 then ബെൻസീൻ കണ്ടോ ഓർത്തോ. അതിന്റെ താഴെ എഴുതി നോക്കുക സോലുബിൾ ഇൻ ആൽക്കലി കേട്ടോ ഓർത്തോ. ഇതാണ് കോമ്പൗണ്ട് സോലുബിൾ ഇൻ ആൽക്കലി. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത സ്ട്രക്ചർ കിടക്കുന്ന ഈ എന്നിന്റെ മുകളിലേക്ക് ഒരു എച്ച്, ഇതുപോലത്തെ ഡബിൾ ബോണ്ട് ഈ സൈഡിലൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി പോകുന്നത് കേട്ടോ. ഓക്കെ, സോലുബിൾ ഇൻ ആൽക്കലി. അപ്പോൾ പ്രൈമറിനെ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. സെക്കൻഡറി എങ്ങനെയായിരിക്കും വരുന്നത്? ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇതുപോലെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും, അത് ഇൻസോലുബിൾ ഇൻ ആൽക്കലി ആയിരിക്കും, സോലുബിൾ ആവില്ല കേട്ടോ ഓർത്ത് നോക്കുക. അതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കാൻ പോകുന്നത്. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം കേട്ടോ. ഇത് വരച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത പോയിന്റ് എഴുതി വെക്കാം. പ്രൊഡക്റ്റിന്റെ പേര് വേറെ ഒന്നുമില്ല, സൾഫോണിയൽ കോമ്പൗണ്ട് ആണ് കേട്ടോ. ഐഫാക്ട് നെയിം ഇല്ല നിങ്ങൾക്ക് ഇതിന്റെ. സോലുബിൾ ഇൻ ആൽക്കലി കേട്ടോ. അടുത്ത പോയിന്റ് എഴുതി വെക്കാം. സെക്കൻഡറി അമീൻ റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ്. സെക്കൻഡറി അമീൻ react with benzene sulfonyl chloride to form precipitate.
insoluble in alkali. Insoluble in alkali. Insoluble in alkali. Insoluble in alkali. അപ്പോൾ സെക്കൻഡറിയിൽ ദേ ഇവിടെ നോക്കിയേ എടുത്തോ അല്ലേ. ഒരു എക്സ്ട്രാ ആയിട്ട് എന്താ വരിക സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു CH3 കൊടുത്തു. അപ്പൊ NH വന്ന സെക്കൻഡറി ആണ്. അങ്ങനെ സെക്കൻഡറി വരുമ്പോഴും ഇവിടെ നിന്ന് HCl അല്ലെ, HCl അവിടെ നിന്ന് റിമൂവ് ചെയ്യാം നമുക്കത്. ഈ H ഈ Cl അല്ലെ, -HCl. അങ്ങനെ HCl പോവും. അങ്ങനെ HCl പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ H-നെ റിമൂവ് ചെയ്തു. നമുക്ക് കണ്ടോ ഈ H-നെ അങ്ങ് റിമൂവ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു CH3 വരും. കണ്ടോ ഈ CH3. അപ്പോൾ ഈ കോമ്പൗണ്ട് അപ്പോൾ നേരത്തെ ചെയ്തേക്കുന്ന പോലെ തന്നെയാണ്. ഇവിടെ നിന്ന് H-നെ മാറ്റി ഓർത്ത് നോക്കുക. ഈ CH3 ആണ് ടോപ്പിലേക്ക് ആക്കി എഴുതി വെച്ചേക്കുന്നത്. ദെൻ ആ കോമ്പൗണ്ട് വാട്ടറിൽ ആൽക്കലിയിൽ സോലുബിൾ ആവില്ലേ ഓർത്ത് നോക്കുക. അപ്പോൾ എഴുതി വെച്ചു വരച്ചു. എന്നിട്ട് ഇവിടെ എന്തെഴുതും? ഇൻസോലുബിൾ ഇൻ ആൽക്കലി. ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താ? NaOH അല്ലേ. ഇൻസോലുബിൾ ഇൻ ആൽക്കലി. Then tertiary എന്തായിരിക്കും? നോ റിയാക്ഷൻ. ബൈ എന്തായിരിക്കും? ഇവിടെ എല്ലായിടത്തും നോക്കി H അല്ലേ. അപ്പൊ ഏതിലൊക്കെ ടെർഷ്യറി നടക്കാത്തതാണ്ട്? നമ്മൾ ആൽക്കൈലേഷൻ നടക്കുമോ? ഇല്ല. അസൈലേഷനിലെ ടെർഷ്യറി നടക്കില്ല. ഹിൻസ്ബർഗ് നടക്കില്ല. ആബ്സെൻസ് ഓഫ് NH ബോണ്ട് ആണ് അല്ലേ. ഓക്കെ, അടുത്ത പോയിന്റ് എഴുതി വെക്കാം. ടെർഷ്യറി അമീൻ ഡു നോട്ട് റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ്. Tertiary amine do not react with benzene sulfonyl chloride. Full stop. This is due to എന്തുകൊണ്ടായിരിക്കും? Absence of NH bond. Absence of NH bond in tertiary amine. This is due to absence of NH bond in tertiary amine. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് കെമിക്കൽ പ്രോപ്പർട്ടി ആണ്. കെമിക്കൽ പ്രോപ്പർട്ടിയിലെ ഓർഡറിലൊന്ന് പറയാം. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്കാണ് ബേസിക് നേച്ചർ ഓർ ബേസിസിറ്റി. സെക്കൻഡ് എടുത്തത് എന്തായിരുന്നു? ആൽക്കൈലേഷൻ. തേർഡ് എടുത്തത് അസൈലേഷൻ. അസൈലേഷൻ കഴിഞ്ഞിട്ട് കാർബൈൽ അമീൻ റിയാക്ഷൻ. ദെൻ ഇപ്പൊ എടുത്തത് എന്തായിരുന്നു? ഹിൻസ്ബർഗ് റിയേജന്റ് ഓർ ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ്. അങ്ങനെ 5 മെയിൻ ഹെഡിങ്സ് ആണ് നമ്മൾ ആലിഫാറ്റിക് അല്ലെങ്കിൽ എന്താണ് ആരോമാറ്റിക് കോമ്പൗണ്ടുകൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് പഠിക്കുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിലാണ് വരുന്നത് അല്ലെ, അനലിലാണ് വരുന്നത്. അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. Electrophilic substitution reaction. Electrophilic substitution NH2 generally ortho and para directive ആണ്. NH2 ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും എന്താ? ഓർത്തോ ആൻഡ് പാരയാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഒരു ചാപ്റ്റർ മാത്രം ഓർത്തോ പാര അല്ലാത്തുള്ളൂ. ഏത് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ നോക്കിയത്? ഏത് ചാപ്റ്റർ ഓർത്തോ പാര അല്ലാതെ മെറ്റ വരുന്നത്? കാർബോക്സിലിക് ആസിഡ്, ആൽഡിഹൈഡ്, കീറ്റോൺ. ഇവര് മാത്രമാണ് മെറ്റാ ഡയറക്റ്റിംഗ്. ബെൻസീൻ ഇങ്ങനെ മുകളിൽ ബെൻസാൽഡിഹൈഡ് മെറ്റാ ഡയറക്റ്റിംഗ് ആണ് അല്ലെ. ബെൻസോയിക് ആസിഡ് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. ഈ ചാപ്റ്ററിൽ അനിലിൻ അവരൊക്കെ എന്താ? ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ്. അതാണ് ആദ്യത്തെ പോയിന്റ്. ഒന്ന് എഴുതി വെച്ചു. ഫസ്റ്റ് പോയിന്റ്, NH2 group is ortho and para directing. NH2 group is ortho and para directing. NH2 group is ortho and para directing. ബ്രാക്കറ്റിൽ എഴുതി വെക്കാം, പവർഫുൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. പവർഫുൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്.
powerful activating group. Powerful activating group. The next heading bromination. അടുത്ത heading ആണ് bromination. Bromination. Underline ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. Aniline react with bromine water. Heading കേട്ടോ, സബ് ഹെഡിങ് ആണ്. Aniline react with bromine water. Bromine water എന്നുള്ള വേർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. Aniline react with bromine water. Br2H2. Bromine water. അങ്ങനെ ബ്രോമിൻ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതാണ്. അത് ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ ഒരുമിച്ച് വരും. Br എഴുതി വെച്ചോ കേട്ടോ. Then ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റൻ ഉണ്ട്. അനലിൻ കൺവേർട്ട് ടു 4-ബ്രോമോ അനലിൻ അല്ലെങ്കിൽ പാരാബ്രോമോ അനലിൻ. അത് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റിയാക്ഷൻ ഉണ്ട്. അപ്പൊ ഒന്ന് എഴുതി വെച്ചോ, ഹെഡിങ് ആയിട്ട് തന്നെ എഴുതി വെച്ചോ. അനലിൻ കൺവേർട്ട് ടു പാരാബ്രോമോ അനലിൻ. ഇത് വേണ്ട, നമുക്ക് ഓർത്തോ വേണ്ട, പാര മാത്രമായിട്ട് കിട്ടണം. അനലിൻ കൺവേർട്ട് ടു പാരാബ്രോമോ അനലിൻ. അനലിൻ കൺവേർട്ട് ടു പാരാബ്രോമോ അനലിൻ. അപ്പൊ അതിന്റെ റിയാക്ഷൻ ആണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. അപ്പൊ ബ്രോമിനേഷൻ അണ്ടറിൽ തന്നെ നമ്മൾ 2 കാറ്റഗറി വന്നു. ദ അനലിൻ NH2. അങ്ങനെ പാരയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഇടുന്ന കോമ്പൗണ്ട് CH3CO twice O. ഈ ഹെഡിങ് ഇപ്പൊ നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? നമ്മളിപ്പോ ഇന്ന് എഴുതിയേക്കുന്നതിൽ രണ്ടാമത്തെ ഹെഡിങ് അസൈലേഷൻ. അസൈലേഷനിൽ എഴുതിയപ്പോൾ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ആരൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യും? അസറ്റൈൽ അൺഹൈഡ്രേറ്റ്. എന്താ വരുന്നത്? അസറ്റൈൽ അൺഹൈഡ്രേറ്റ്. ഈ അസറ്റൈൽ അൺഹൈഡ്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു H മാറിയിട്ട് ഈ ഇതിനകത്തുള്ള COCH2 അതിന്റെ ടോപ്പിൽ വരും. അപ്പൊ എങ്ങനെ ഇരിക്കും കോമ്പൗണ്ട്? ബെൻസീൻ റിംഗ് NH, അത് കഴിഞ്ഞിട്ട് COCH3. ഓർത്തോ, ഇത് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചു. ഇത് കണ്ടോ, ഈ ശരിക്കും ഇത് ഇങ്ങനെയായിരിക്കുന്നത്. CH3COCOCH3 ഇങ്ങനെയാണ് ഈ കോമ്പൗണ്ട്. ഈ വരച്ചേക്കുന്നതിന്റെ സ്ട്രക്ചറാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. എന്നിട്ട് ഇവിടെ ക്ലീവേജ് ചെയ്യും. ക്ലീവേജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു H ഇല്ലേ, ആ H ഈ സൈഡിൽ വരും. H. അപ്പൊ എന്താ കിട്ടാം? CH3COOH. അത് പോകും. ബാക്കി എന്തുണ്ട്? COCH3. അതാണ് ഈ NHന്റെ ഒപ്പം വരുന്നത്. ഒരു H പോയല്ലോ. അപ്പൊ NHCOCH3 വന്നു. ഓർത്തോ, NHCOCH3. ബാക്കി വന്നേക്കുന്നത് CH3COH അവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ CH3COH അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. CH3COOH. ഈ ടോപ്പിലുള്ള ഈ ഗ്രൂപ്പില്ലേ, അത് പാരാ ഡയറക്റ്റിംഗ് ആണ്. അതെന്ത് ഡയറക്റ്റിംഗ് ആ? പാരാ. അപ്പോ ഈ പൊസിഷനിൽ നമ്മൾ Br2 ഇടും. ഇവിടെ നിന്ന് Br2 ഇടാം. Br2 ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് വരും? ഈ കോമ്പൗണ്ട് ഇവിടെ വന്നിട്ട് പാരാ പൊസിഷനിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. NHCOCH3 ഇവിടെ വന്ന് Br ജോയിൻ ചെയ്യും. ദെൻ ഇവിടെ നിന്ന് നമുക്ക് പഴയ കോമ്പൗണ്ട് NH2 കിട്ടാൻ വേണ്ടി H2O ആൻഡ് H+ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ NH2 Br. അപ്പൊ എന്തിനിങ്ങനെ കൺവേർട്ട് ചെയ്തേ? ഇത് എന്ത് ഗ്രൂപ്പാ? പാരാ ഡയറക്റ്റിംഗ്. കണ്ടോ, ഓർത്തോക്ക പാര. അപ്പോ പാര ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഓർത്തോക്ക CH3COH ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ഇതിൽ CH3CO ഗ്രൂപ്പാണ്. ഇത് കണ്ടോ റെഡ് കളറിൽ എഴുതിയേക്കുന്നത്, അവിടെ ജോയിൻ ചെയ്ത്. കണ്ടോ? ഓക്കെ. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ NH ഇങ്ങനെ മുകളിലേക്ക് C ഡബിൾ ബോണ്ടോ CH3 അങ്ങനെ കൊടുത്തിട്ട് 2 സെയിം ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിപ്പിക്കുന്നത്. പരമാവധി കോംപ്ലക്സിറ്റി കുറച്ച് പഠിക്കാൻ നോക്കുക. കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം.
അപ്പൊ എന്താ കഴിഞ്ഞപ്പോ ബ്രോമിനേഷൻ അല്ലെ. ബ്രോമിനേഷൻ കഴിഞ്ഞ പിന്നെ എന്തായിരിക്കും നൈട്രേഷൻ. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, നൈട്രേഷൻ. നൈട്രേഷൻ നൈട്രേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അനലിലേക്ക് നമ്മൾ ഇടുന്നത് അല്ലേ, ആ കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4. കോൺസെൻട്രേറ്റഡ് HNO3 നൈട്രിക് ആസിഡ് അല്ലേ, ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4. ഈ കോമ്പൗണ്ട് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓർത്തോ നൈട്രോ അനലിൻ കിട്ടും, പാരാ നൈട്രോ അനലിൻ കിട്ടും, മെറ്റാ നൈട്രോ അനലിൻ കിട്ടും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ നൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇതാണ് എഴുതേണ്ടത്. നൈട്രേഷൻ ചെയ്യുമ്പോൾ ഓർത്തോ, പാര, മെറ്റ ഇതെല്ലാം കിട്ടും കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചു. അനലിനെ നൈട്രേഷൻ ചെയ്യും കേട്ടോ. ഓർത്തോ നോക്കാം. ഏതൊക്കെ കിട്ടും? ഓർത്തോ കിട്ടും, പാര കിട്ടും, മെറ്റ കിട്ടും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവില്ല, എന്താണ് മെറ്റ കിട്ടാൻ പാടുണ്ടോ? ഇല്ല, അതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഗീവ് റീസൺ ക്വസ്റ്റൻ ആണ് ആക്ച്വലി. കാരണം മെറ്റ കിട്ടാൻ പാടില്ല, ഇത് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. എന്നിട്ട് ഓർത്തോ പാര മാത്രം കിട്ടുന്നതിന് പകരം മെറ്റ, അത് മെറ്റ പെർസെന്റേജ് ഇവർ കൊടുത്തേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ പെർസെന്റേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മെറ്റ കിട്ടുന്നത് 47% ആണ്. 47% മെറ്റയാണ്. 47% മെറ്റ, 51% ഓർത്തോ എന്ന് പറയുന്നത്. ഇത് 2% മാത്രമേ ഉള്ളൂ. ഇത് 2%. ഓർത്തോ പെർസെന്റേജ് ഒന്ന് മെൻഷൻ ചെയ്തു. അപ്പൊ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് തന്നെയാണ് മെറ്റ കിട്ടുന്നത്. മെറ്റ വളരെ കുറച്ച് അറിയാതെ ഉണ്ടായതൊന്നുമല്ല. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്കിലെ ഗീവ് റീസൺ ആണ്. ഇതിന്റെ ആൻസർ ഇത്രയാണ്. ഈ NH2 ഇല്ലേ, NH2നെ പ്രോട്ടോണേറ്റ് ചെയ്യുന്നു പറയുന്നു. പ്രോട്ടോണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ H2SO4 നിന്നും ഇതിൽ നിന്നും ഒക്കെ കുറെ H+ വരും. ഒരു H ഇതിലേക്ക് ജോയിൻ ചെയ്താൽ എന്ത് വരും? NH2ന്റെ ഒപ്പം ഒരു H കൂടി വന്നാൽ NH3 വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഒരു പ്ലസ് വരും. H+ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ NH3+ എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് അനലിനം അയോൺ എന്ന് വിളിച്ചേ, അനലിനം അയോൺ കേട്ടോ. അനലിനുണ്ട്, ആ അനലിന്റെ മുകളിൽ ഒരു H കൂടി വരുമ്പോൾ എന്താ വിളിക്കുന്നത്? അനലിനം അയോൺ, വിച്ച് ഈസ് മെറ്റാർ ഡയറക്റ്റിംഗ്. അപ്പോൾ അനലിനിലേക്ക് നമ്മൾ ഈ ആസിഡ് ഇടൂലേ, അപ്പൊ തന്നെ അത് പ്രോട്ടോണേറ്റഡ് ആയിട്ട് അത് അനലിനം അയോൺ ആവും. അനലിൻ അല്ലാതെയോ അനലിനം അയോൺ, വിച്ച് ഈസ് എന്തായിരിക്കും? മെറ്റാ ഡയറക്റ്റിംഗ് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പൊ അനലിൻ പ്രോട്ടോണേറ്റഡ് ടു ഫോം അനലിനം അയോൺ, വിച്ച് ഈസ് മെറ്റാ ഡയറക്റ്റിംഗ് കേട്ടോ. അതാണ് അതിന്റെ ഡെഫിനിഷനൊക്കെ ഇന്ന ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് പറയാം, എന്നിട്ട് നമ്മൾ എഴുതിയാൽ മതി. ഇപ്പൊ ഇത് ഇത്ര എഴുതണം കേട്ടോ. ഓക്കെ, ഇത് എഴുതിയോ? ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് പറയാം. (9.3) fourth question. 9.3 fourth question. Question ഒന്ന് വായിക്കാം. Although amino group is ortho and para directing in aromatic electrophilic substitution reaction, aniline on nitration gives substantial amount of meta nitroaniline. Explain. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ 9.3 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. താഴെ എഴുതി വെച്ചു. In the strongly acidic medium, strongly acidic medium, comma, aniline is protonated എന്ന് പറയുമ്പോൾ H+ ആഡ് ചെയ്യും. Aniline is protonated to form the anilinum ion. Protonated to form the anilinum ion, which is meta directing. Aniline is protonated to form the anilinum ion. ANLINIUM, anilinum ion. ION കേട്ടോ, ion, which is meta directing. Full stop. That is why besides the ortho and para derivative,
ortho and para derivative, comma, significant amount of meta derivative is also formed. Significant amount of meta derivative is also formed. Meta derivative is also formed. Next heading ആണ് sulfonation. അടുത്ത heading sulfonation. Next heading ആണ് sulfonation. Next heading sulfonation. സൾഫനേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സൾഫ്യൂരിക് ആസിഡ് അല്ലെ, അനലിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുന്ന രീതിയാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അയ്യോ, സൾഫനേഷന് മുമ്പ് വേറെ ക്വസ്റ്റൻ ഉണ്ട് കേട്ടോ. അനലിൻ കൺവേർട്ട് ടു, ഒരു ക്വസ്റ്റൻ കൂടി ഉണ്ട് കേട്ടോ. സൾഫനേഷൻ ഒന്ന് വെട്ടിക്കും. അനലിൻ കൺവേർട്ട് ടു പാരാ നൈട്രോ അനലിൻ. അനിൽ കൺവേർട്ട് ടു പാരാ നൈട്രോ അനലിൻ, അതുകൂടി ഉണ്ട്. ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ. ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കോൺസെൻട്രേറ്റഡ് HNO3 ആഡ് ചെയ്യും. അങ്ങനെ കോൺസെൻട്രേഷൻ HNO3 ആഡ് ചെയ്യുമ്പോൾ NO2 ഗ്രൂപ്പ് വരും. കേട്ടോ, ഇതും കൂടി എഴുതണം കേട്ടോ. H2SO കൂടി കൊടുക്കും. നേരത്തെ ഒന്നും വ്യത്യാസമില്ല. ഏതായിരുന്നു പഠിച്ച? ബ്രോമിൻ അല്ലെ, പാരാബ്രോമിൻ. അതുപോലെ തന്നെയാണ് കേട്ടോ. ഓർത്തു നോക്കുക, നൈട്രോയും വരുന്നത്. ചെയ്തോ? The next heading is sulfonation. സൾഫനേഷനിലേക്ക് അനിൽ ട്രീറ്റഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യും. അപ്പോൾ അതിലൊരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. ഇന്റർമീഡിയറ്റിൽ നിന്ന് ആദ്യം നമുക്ക് കിട്ടുന്നത് സൾഫാനലിക് ആസിഡ്. പിന്നെ അതിൽ നിന്നൊരു സ്വിറ്റർ അയോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ സ്വിറ്റർ അല്ലെങ്കിൽ ZWITTER? അത് എവിടെയാ ആദ്യം പഠിച്ചത്? ബയോമോളിക്യൂളിൽ, പ്രോട്ടീനിൽ അല്ലെ, അമിനോ ആസിഡ് അല്ലെ. വെരി ഗുഡ്. അമിനോ ആസിഡ് ഡാഷ് നേച്ചർ ആണെന്ന് പഠിപ്പിച്ചു. എന്തായിരുന്നു? ആംഫോടെറിക് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്ന സ്വിറ്റർ എന്ന് പറയുമ്പോൾ പ്ലസും മൈനസും എന്താണ്, ഒരു കോമ്പൗണ്ട് ഇതിനെ ഡിഫറെന്റ് പൊസിഷനിൽ വരും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആ രീതിയിലാണ് ആ കോമ്പൗണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. അനലിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് കോൺസെൻട്രേറ്റഡ് H2SO4. അങ്ങനെ H2SO4 ഇടുന്ന സമയത്ത് ഫസ്റ്റ് സബ് ഹെഡിങ് അല്ലെങ്കിൽ സബ് കോമ്പൗണ്ട് ആയിട്ട് വരുന്നതാണ് ഇവിടെ
എൻ ഇവിടുന്ന് ഒരു എച്ച് ഇതിലേക്ക് പോയാൽ എന്ത് വരും? ഇവിടുന്ന് ഒരു എച്ച് ഇതിലേക്ക് പോകും. അപ്പൊ എന്താവും? NH3 അല്ലെ? ഓർത്ത് നോക്കുക, NH3 എന്താവും? പ്ലസ്. ദെൻ ബാക്കി എന്തുണ്ട് ഇവിടെ? HSO4, അത് മൈനസ് ആയി മാറും. HSO4 മൈനസ്. നെക്സ്റ്റ് സ്റ്റെപ്പില് ഇവിടെ NH2 SO3H. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് സൾഫ് അനലിക് ആസിഡ്. അവിടെ ഹീറ്റ് ചെയ്യണം 453 to 473 കെൽവിൻ. ഹീറ്റ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. ടെമ്പറേച്ചർ മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹീറ്റ് ചെയ്ത സമയത്ത് ഇത് SO3H ആയിട്ട് മാറി കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ വന്നേക്കുന്നത്? നല്ല ഐഡിയ ഉണ്ടോ ഈ കോമ്പൗണ്ടിന് ഇതിലേക്ക് വരാനായിട്ടുള്ള മെയിൻ റീസൺ? നോക്കിയേ, SO3H എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു ഓക്സിജൻ പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇവിടുത്തെ H ഉണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ NH2 ഉള്ളൂ. അപ്പൊ എന്താ സംഭവിച്ചേക്കണം മനസ്സിലായോ? H2 അല്ലേ ഇവിടെ കിട്ടി. മനസ്സിലായി പറഞ്ഞു H2. ഗുഡ്. ഉണ്ടോ? നോക്കാം. ആ മനസ്സിലാക്കി കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇതിൽ നിന്ന് ഒരു എച്ച് മാറി. അപ്പൊ എന്താവും? NH2 അല്ലേ? ഇതിൽ നിന്ന് ഒരു എച്ച് മാറി. പിന്നെ ഇവിടെ ഒരു ജംഗ്ഷനിൽ ഒരു എച്ച് ഉണ്ടാവില്ലേ? അതും കൂടി മാറും. അപ്പൊ എന്താവും? H2. ഈ ജംഗ്ഷനിൽ ഒരു എച്ച് ഉണ്ട്, അത് മാറിക്കഴിഞ്ഞാലാണ് SO3 അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഒരു എച്ച് ഉണ്ടാവും, മാറി H2. ദെൻ ഇവിടെ നിന്ന് ഒരു O മാറിയ കഴിഞ്ഞാൽ എന്താവും? H2. അപ്പൊ ഇവിടെ ബാക്കി എന്താവും? SO3H. അതാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സൾഫ് അനലിക് ആസിഡ്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ അവിടെ നിന്ന് സ്വിറ്റർ അയോണിലേക്ക് മാറുന്നത് ഈ എച്ച് മുകളിലേക്ക് വരും. അപ്പൊ എന്താവും? NH3 പ്ലസ് ആകും. ഇവിടെ NH3 പ്ലസ്, ഇവിടെ SO3 മൈനസ്. അങ്ങനെ പ്ലസും മൈനസും വരുമ്പോഴാണ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഓക്കെ, അതാണ് സ്വിറ്റർ അയോൺ. കട്ടായി പോയി. ഓൺലൈനില് ഓക്കെ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആനന്ദ്, ശ്രീധർ, ഐശ്വര്യ ഓക്കെ ആണോ? ഓക്കെ. കാരണം ഇവിടെ നിന്ന് കട്ടായി പോയിരുന്നു അതുകൊണ്ടാ കേട്ടോ. ഓക്കെ ഓക്കെ ഗുഡ്. അല്ലേ, റെസ്പോണ്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കേട്ടോ നിങ്ങൾ ഫോണിലെങ്കിലും വിളിക്കുകയും ചെയ്യണം കേട്ടോ. കാരണം ഇപ്പം എന്തൊക്കെയോ അല്ലേ അപ്ഡേഷൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും അപ്ഡേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? മറ്റേ വാട്സാപ്പിൽ എന്തോ ഒരു അപ്ഡേഷൻ വന്നിട്ട് ഗ്രൂപ്പിൽ എന്തോ വീണ്ടും ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഗ്യാപ്പ് ഏതാ മോനെ? ഇവിടെ നിന്ന് എച്ച് ഇല്ലേ? ഈ എച്ച് മുകളിലേക്ക് വരും. അപ്പോൾ ഇത് NH3 പ്ലസ്, ഇതെന്താവും? മൈനസ്. പൊളാരിറ്റിയിൽ വേരിയേഷൻ കുറച്ച് കഴിയുമ്പോൾ എന്താവും? തിരിച്ച് ഇപ്പുറത്തേക്ക് വരും. അങ്ങനെ 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 വന്നിട്ട് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വരും. ഈ പ്ലസും മൈനസും ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ അല്ലെങ്കിൽ ഡിഫറെന്റ് പ്ലേസിൽ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്വിറ്റർ അയോൺ. ഇതിന് താഴെ എഴുതി വെച്ച്, ഇതിന്റെ താഴെ കേട്ടോ ദേ ഈ NH2ഉം SO3Hന്റെ അവിടെ എഴുതി വെക്കുക സൾഫ് അനലിക് ആസിഡ്. സൾഫ് അനലിക് ആസിഡ് കേട്ടോ, ഇതിന്റെ പേരാണ് സൾഫ് അനലിക് ആസിഡ്. ഇവിടെ പേര് എഴുതണം കേട്ടോ, സൾഫ് അനലിക് ആസിഡ്. സൾഫ് അനലിക് ആസിഡ് SULPHANILIC സൾഫ് അനലിക് ആസിഡ്. ഏറ്റവും ലാസ്റ്റത്തെ കോമ്പൗണ്ട് പേര് സ്വിറ്റർ അയോൺ ZW എഴുതാം, ZWITTER സ്വിറ്റർ അയോൺ. ദെൻ ഇവിടെ നിന്നൊരു ഗീവ് റീസൺ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ അല്ലെങ്കിൽ ആൽക്കൈലേഷൻ ഇതിൽ ചെയ്യാൻ പറ്റില്ല അനലില്. അനലിൽ എന്താ ഓർത്തോപാര ആണെങ്കിൽ നമുക്ക് ഫ്രിഡൽ ക്രാഫ്റ്റ് പറ്റണം. പക്ഷേ ഈ അനലിന് ഒരു ബേസിക് നേച്ചർ ഉണ്ട്. അപ്പോ ലൂയിസ് ആസിഡ് ആണ് AlCl3. നമുക്കറിയാം ഫ്രിഡൽ ക്രാഫ്റ്റിൽ എന്താ റിയേജന്റ് ആഡ് ചെയ്യാറ്? AlCl3 ആൻഡ് CH3Cl അല്ലെ? AlCl3 എന്ന് പറയുന്നത് ലൂയിസ് ആസിഡ് ആണ്. ഇതെന്താ? ബേസ് ആണ്. അപ്പോ
ആ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് അത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് സോൾട്ട് ഫോം ചെയ്യും. ആ സോൾട്ട് മെറ്റാഡയറക്റ്റിക് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ് അനലിൻ ഡു നോട്ട് അണ്ടർഗോ ഫ്രെഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ എക്സ്പ്ലെയിൻ. അത് ക്വസ്റ്റൻ ആയിട്ട് തന്നെ വരും, ഒന്ന് എഴുതി വെച്ചു. അനലിൻ ഡസ് നോട്ട്, അടുത്ത പോയിന്റ് ആയിട്ട് കേട്ടോ. ഓക്കെ, അനലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രെഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ. Aniline does not undergo Friedel-Crafts reaction. Aniline does not undergo Friedel-Crafts reaction due to salt formation with aluminium chloride. Salt formation with aluminium chloride. Bracket AlCl3. Due to salt formation with aluminium chloride. Bracket AlCl3. AlCl3. Salt formation with aluminium chloride, comma, the Lewis acid which is used as a catalyst. Full stop. Due to this full stop. Due to this, nitrogen of aniline acquire positive charge and hence strong deactivating group. രണ്ട് വേർഡ് അണ്ടർലൈൻ ചെയ്യുക. ഒന്ന് സോൾട്ട് ഫോർമേഷൻ, രണ്ടാമത്തെ വേർഡ് ഡീആക്ടിവേറ്റിംഗ്. ഈ രണ്ട് വേർഡ് വെച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതിന് ആൻസർ കിട്ടും കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പോൾ രണ്ട് വേർഡ് സോൾട്ട് ഫോം ചെയ്യും. സോൾട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? ഡീആക്ടിവേറ്റിംഗ് ആവും. ഡീആക്ടിവേറ്റിംഗ് ആയാൽ എന്ത് നടക്കില്ല? ഫ്രെഡൽ-ക്രാഫ്റ്റില് നടക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഗീവ് റീസൺ ടൈപ്പ് ക്വസ്റ്റൻ ആണ് അവിടെ വരുന്നത്. അങ്ങനെ ഇത്രയും എത്തുമ്പോൾ എന്ത് കഴിയാണ്? അമീൻ എന്ന് പറയുന്ന ഒരു ഏരിയ കഴിയാണ് കേട്ടോ. ഓർത്ത് വെക്കുക. ഇനി ഒരു ചെറിയൊരു ഹെഡിങ് ഉണ്ട്, ഡയസോണിയം സോൾട്ട്. ഹെഡിങ് എഴുതി വെക്കുക, ഡയസോണിയം സോൾട്ട്. അതിന്റെ പ്രിപ്പറേഷനെ വിളിക്കുന്ന പേരാണ് ഡയസോട്ടൈസേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, ഡയസോട്ടൈസേഷൻ. ഡയസോണിയം സോൾട്ട്, അതിന്റെ അണ്ടറിൽ ഡയസോട്ടൈസേഷൻ. DIAZOTISATION. ഡയസോട്ടൈസേഷൻ. DIAZOTISATION. ഡയസോട്ടൈസേഷൻ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, the conversion of primary aromatic amine into diazonium salt. The conversion of primary aromatic amine into diazonium salt is known as diazotization. The conversion of primary aromatic amine into diazonium salt is known as diazotization. Conversion of primary aromatic amine into diazonium salt is known as diazotization. ഏതായിരിക്കും ഡയസോട്ടൈസേഷൻ? കുറച്ച് നേരത്തെ എഴുതിയതാണ്, ഒന്ന് പറഞ്ഞേ. അനിലിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്തു? NaNO2 and HCl അല്ലേ. അപ്പൊ ആഡ് ചെയ്തപ്പോ എന്ത് കിട്ടി? നേരത്തെ എഴുതിയത് തന്നെയാണ് അല്ലെ. വീണ്ടും അത് ഹെഡിങ് ആയിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഉണ്ടോ? പ്രൈമറി ആരോമാറ്റിക് അല്ലെ, അമീൻ NaNO2 and HCl.
അത് ആഡ് ചെയ്തപ്പോൾ കിട്ടി. ഈ റിയാക്ഷനെയാണ് നമ്മൾ ഡൈസോട്ടിസേഷൻ എന്ന് പറയുന്നത്. നേരത്തെ എഴുതി കഴിഞ്ഞാണ്, ഒന്ന് എഴുതി വെച്ചു കേട്ടോ. N2+ and Cl മൈനസ്. വേഗം എഴുതിയേ. N2+ and Cl മൈനസ്. എഴുതി കഴിഞ്ഞോ? ഇനി ഇതിന്റെ താഴെ കുറെ റിയാക്ഷൻസ് ഉണ്ട്. ഡൈസോണിയം സോൾട്ടിലേക്ക് നമ്മൾ Cu2Cl2 ആഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറയുന്ന റിയാക്ഷൻ. അതൊരു ചാർട്ടായിട്ടാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഓക്കെ, ഒരു ചാർട്ടായിട്ടാണ് എഴുതുന്നത്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചാർട്ടുകൾ വർക്ക് ചെയ്യണം കേട്ടോ. ഓർത്തോക്കുക, ഞാൻ ഇതിനു മുമ്പ് പണ്ട് പറഞ്ഞേക്കുന്ന ഒരു ഏരിയയിലേക്ക് എത്തുകയാണ്. അതോടുകൂടി കഴിയാണ് ആക്ച്വലി കേട്ടോ. ഓർത്തോക്കുക, ഈ ചാർട്ടിൽ ഇനി ഒരു ചാർട്ടാണ്. ആ ചാർട്ടിൽ ആണ് ഈ ഡൈസോണിയം സോൾട്ടിന്റെ എല്ലാനും വരും കേട്ടോ. ഓർത്തോക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങളൊരു പുതിയ പേജിലാണ് എഴുതേണ്ടത്. ഇപ്പൊ എഴുതണ്ട കേട്ടോ. ഞാൻ വരച്ച് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കും. എങ്ങനെ പഠിക്കുന്നു എന്താണ് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ ഇപ്പൊ ഈ വരക്കുന്ന ചാർട്ട് നമ്മൾ മാപ്പ് ചെയ്യുന്ന പോലെയാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ വലിയൊരു ചാർട്ടായിരിക്കും. അത് കാണാതെ എഴുതി പഠിക്കലല്ല നമ്മൾ ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യാണ് ആക്ച്വലി. പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഭയങ്കര സ്പീഡാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിലേക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡയസോണിയം സോൾട്ടിനേക്ക് കണക്ട് ചെയ്യുന്ന എല്ലാവരും കൂടി വരക്കാനുണ്ട് കേട്ടോ. ഓർത്തോക്കെ, അപ്പൊ നമ്മൾ ശരിക്കും ഇതിൽ കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഡൈസോണിയം സോൾട്ട് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എഴുതിയിട്ട് കുറെ റിയാക്ഷൻസ് ആണ്, പക്ഷെ അതിലേക്ക് ഒരു കണക്ഷൻ കൂടി കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഫിനോൾ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫിനോൾ, ബെൻസീനിക്കിന്റെ മുകളിൽ ഒഴിച്ചു വന്ന എന്തായിരുന്നു? ഫിനോൾ അല്ലേ. ഓക്കെ, ഫിനോളിലേക്ക് സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്താൽ എന്ത് വരും? ഹീറ്റ് ചെയ്യാണ്. സിങ്ക് ഡസ്റ്റ് വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ബെൻസീൻ വരും അല്ലേ. ഓക്കെ, ബെൻസീനില്ല, നമ്മൾ നൈട്രോ ബെൻസീൻ ആക്കണം. നൈട്രോ ബെൻസീനിൽ നിന്ന് അനലിൻ എനിക്ക് ഉണ്ടാക്കണം. അനിലിന് ഓർമ്മയുണ്ടോ? ഈ ചാപ്റ്ററിൽ പഠിച്ച ആദ്യത്തെ പ്രിപ്പറേഷൻ ആണത്. ദെൻ ഇവിടെ നിന്ന് ഇപ്പൊ നിങ്ങൾ പഠിച്ചേക്കുന്നതാണ് N2+ and Cl-. ഇപ്പൊ എഴുതിയത് അല്ലേ? കണ്ടല്ലേ ഇപ്പൊ എഴുതിയതല്ലേ അത്? ഓക്കെ, ഇവിടെ നിന്ന് എനിക്കിത് കിട്ടണം. ഇത് നിങ്ങൾ ഫിനോളിന്റെ പ്രിപ്പറേഷൻ 4 ഹെഡിങ്സ് ആ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. അതിൽ മൂന്നാമത്തെ ഹെഡിങ് ആണ് അനലിൻ ടു ഫിനോൾ കേട്ടോ. ഓർത്ത് നോക്കുക, അനലിൻ ടു ഫിനോൾ. ഇനി കഥ മാറി. ഈ 4ാമത്തെ ഇത് കഴിയാണ്, ഇന്ന് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അടുത്ത് എന്തും ചോദിക്കാം എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡിൽ നിന്ന് കീറ്റോൺ ഉണ്ടാക്കാം, അതെല്ലാം ചോദിക്കാം. അതാണ് കെമിസ്ട്രിയിൽ വരുന്നത്. ടഫ് എന്തായാലും ഉണ്ടാകും ഈ പ്രാവശ്യം. കാരണം കഴിഞ്ഞ വർഷം മുതൽ അതിന്റെ സിംറ്റം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് വരുന്നത്. കാരണം ഓർഗാനിക്കിൽ 90ക്ക് മുകളിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഓർഗാനിക്കിൽ മാസ്റ്റർ ആവണം കേട്ടോ. ഓർത്ത് നോക്കുക, കെമിസ്ട്രി പറയാം ഈസി ആണ് ആക്ച്വലി. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് പഠിച്ച് കുറച്ചും കൂടി എത്തിക്കഴിയുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും ആദ്യത്തെ ചാപ്റ്റേഴ്സുകളെല്ലാം കേട്ടോ. ഓർത്ത് നോക്കുക, വേണമെങ്കിൽ ഒരു കുറച്ചൊന്ന് പ്രാക്ടീസ് ഉണ്ട്. നമുക്കൊക്കെ ഒരു 3-4 സെക്ഷൻസ് നല്ല സെക്ഷൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ സെക്ഷൻ വെക്കും കേട്ടോ. ഓക്കെ, അതിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് വരും. പക്ഷെ ഇതല്ല, ഇത് ഒരു സമയം എടുത്ത് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കുക, പതുക്കനെ ടൈം എടുത്ത് ഇതിന്റെ അതേ സ്പേസിൽ പഠിച്ചില്ലെങ്കിൽ എറർ വരും. ഇവിടെ നിന്നുള്ളതാണ് ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈസോണിയം സോൾട്ട്. കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതില് സാൻമേസ് എന്തായിരുന്നു? Cu2Cl2 ഇട്ട് കൊടുത്താൽ എന്ത് വരും? ക്ലോറോ ബെൻസീൻ. ഇതാണ് സാൻമേസ്. ഓർ കോപ്പർ പൗഡർ ആൻഡ് HCl ഇട്ട് ഹീറ്റ് ചെയ്താൽ ക്ലോറോബെൻസീൻ കിട്ടും. അതിനെന്താ വിളിക്കാം? Cu2Cl2 ഇട്ടാ അതിനെന്താ വിളിച്ചേ? സാൻമേസ്. ഇതിൽ തന്നെ കോപ്പർ പൗഡറും HCl-ഉം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ വേറെ സയന്റിസ്റ്റാണ് കണ്ടെത്തിയത്. അതിന്റെ പേരെന്തായിരുന്നു? ആരെങ്കിലും പറ. നിങ്ങൾക്ക് അമീൻ കഴിഞ്ഞുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയുന്നത്. കിട്ടി. ഗട്ടർമാൻ റിയാക്ഷൻ. എന്താ വിളിക്കുന്നത്? ഗട്ടർമാൻ. അപ്പൊ ഗട്ടർമാൻ കോച്ച് വേറെ സ്ഥലത്ത് പഠിച്ചല്ലോ. ശരിയാ, ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ് കണ്ടോ. കാർബൺ മോണോക്സൈഡ് HCl അൺഹൈഡ്രസ് AlCl3 കണ്ടോ. അത് ഗട്ടർമാൻ കോച്ച്. ഈ ഇവിടെ കണ്ടോ ഡൈസോണിയം സോൾട്ട്. കോപ്പർ പൗഡർ HCl കൊടുത്താൽ അതിനെന്താ വിളിക്കുന്നത്? ഗട്ടർമാൻ. Cu2Cl2 ഇട്ടാൽ എന്താ വിളിക്കുന്നത്? സാൻമേസ്. Ki ഇട്ടാൽ എന്ത് വരും?
അയഡോബെൻസീൻ. ദെൻ നെക്സ്റ്റ് ഇതിലേക്ക് കേട്ടോ, ഇതിലേക്ക് ബെൻസീൻ കിട്ടണം. അതിന് H3, വെരി ഗുഡ്, H3PO2, H3PO2 ഓർ എന്തായിരുന്നു? ജോസ് പറഞ്ഞോ, ശരിയാ, C2H5OH ഓറാണ് കേട്ടോ, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി അല്ലേ? ഓക്കെ, അപ്പോ ഇതിട്ടപ്പോ ഇത് ഇത്രയും കിട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ അല്ലേ ബാൽഷ്മൻ റിയാക്ഷൻ എന്തായിരുന്നു? എന്താ ഇടുന്നത്? ബാൽഷ്മൻ റിയാക്ഷൻ എന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേരൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ ശരിക്കും അതിന്റെ റിയാക്ഷന്റെ പേര് അതാണ്. എന്തായിരുന്നു അത്? HbF4 ഇടാം. HbF4 ഇട്ടാ എന്ത് പറ്റും? HbF4 ഇടുമ്പോ ഈ H ഇല്ലേ, ഈ Cl ഇല്ലേ, HCl പോവും. ബാക്കി എന്ത് വരും എന്ന് പറഞ്ഞേ? ശരിയാ, ഡൈസോണിയം സോൾട്ട്. ഇവിടെ എന്ത് വരും? N2+ അല്ലേ? ആ Cl ന് പകരം എന്ത് കൊടുക്കും? BF4. ഒരു മൈനസ് കൊടുത്തേക്കാം അല്ലെ, ഇവിടെ നിന്ന് H പോയേക്കല്ലേ, മൈനസ്. ദെൻ ഈ കോമ്പൗണ്ടിനെ പിടിച്ച് ഒന്ന് ഹീറ്റ് ചെയ്താൽ എന്ത് കിട്ടും? അപ്പോൾ ഈ കോമ്പൗണ്ട് കിട്ടിയല്ലോ, അതിനൊന്ന് ഹീറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഫ്ലൂറോ ബെൻസീൻ. എന്താ കിട്ടുന്നത്? ഫ്ലൂറോ ബെൻസീൻ. ദെൻ ഇതിലേക്ക് കോപ്പർ Cu ആണ്, NaNO2, കോപ്പർ ആൻഡ് NaNO2 ഇതേ റീജൻ തന്നെ ആയിരിക്കണം. കോപ്പർ ആൻഡ് NaNO2 ഹീറ്റും കൂടി ഉണ്ട്. ഓക്കെ, അതും വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൈട്രോ കോമ്പൗണ്ട് കിട്ടും, നൈട്രോ ബെൻസീൻ. ദെൻ ഇതിലേക്ക് KCN ഓർ CuCN ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? ഇത് Cn ആണ്. Cnലേക്ക് H2O ആൻഡ് H+ വെച്ച് ട്രീറ്റ് ചെയ്താൽ എന്ത് വരും? ഞാൻ പറ, ഹൈഡ്രോളിസ് ചെയ്താ എന്ത് കിട്ടും? ഒരു ചാപ്റ്ററിൽ 3 റിയാക്ഷൻസ് ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടും എന്ന് പറഞ്ഞു. ഒരെണ്ണത്തിന്റെ പ്രിപ്പറേഷനിൽ 3 ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടും. അത് നിങ്ങൾ പറയും എസ്റ്ററിന് ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടും എന്ന് പറഞ്ഞു, അസൈൽ ആലൈഡിന് ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടും, സയനൈഡിന് ഹൈഡ്രോളിസിസ് ചെയ്താൽ അത് കിട്ടും. എന്തായിരുന്നു അത്? കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ പറഞ്ഞു 2 ഓക്സിഡേഷൻ, 3 ഹൈഡ്രോളിസിസ്, 1 ഗ്രിഗ്നാൾ റിയേജൻ. കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ഇതെന്തായി മാറും? COOH. ദെൻ ഇതിലേക്ക് ഇതെന്താ? ഡൈസോണിയം സോൾട്ട്. ഇതിലേക്ക് C6H5OH കിട്ടാൻ എന്ത് കിട്ടും? C6H5OH എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഡൈസോണിയം സോൾട്ട് പ്ലസ് ഫിനോൾ. പ്ലസ് എന്താ ഇടുന്നത്? ഫിനോൾ. അങ്ങനെ ഫിനോൾ ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓറഞ്ച് ഡൈ ഓർ അസോ ഡൈ. കേട്ടോ, ഓർത്ത് നോക്കുക, ഓറഞ്ച് ഡൈ ഓർ അസോ ഡൈ. N ഡബിൾ ബോണ്ട് N. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ഇക്വേഷൻ. കേട്ടോ, ഓർക്കുക. ദെൻ ഈ കോമ്പൗണ്ടിലേക്ക് ഡൈസോണിയം സോൾട്ടിലേക്ക് C6H5NH2 അനലിൻ ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? യെല്ലോ ഡൈ. യെല്ലോ ഡൈ കിട്ടും. അപ്പോ ഫസ്റ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ഇത് വരപ്പിക്കും. അത് കഴിഞ്ഞ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ദെൻ ഇതിൽ എന്തൊക്കെയാ റിയേജന്റ് ഇത് കിട്ടാനായിട്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്? കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4. അടുത്ത എന്തായിരുന്നു? പലേഡിയം. ഓർ എന്തൊക്കെയുണ്ട്? അതിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് എഴുതിയാൽ മതി. റിഡക്ഷൻ ഓഫ് അനലിന്റെ പ്രിപ്പറേഷനിൽ ബെസ്റ്റ് ആണ് എന്ന് പറഞ്ഞൊരു ഗീവ് റീസൺ ഒക്കെ എഴുതി. Fe + HCl. കേട്ടോ, ഓർത്ത് നോക്കാം. എന്തുകൊണ്ടായിരുന്നു? അതിന് ഗീവ് റീസൺ എഴുതിയതാണ്. പറഞ്ഞ് അയൺ സ്ക്രാപ്പ് അല്ലെ,
റിയാക്ട് വിത്ത് HCl ടു ഫോം ആ Fe ചീപ്പായിട്ട് അല്ലെ FeCl ടു ഫോം ചെയ്യും. അത് കുറച്ച് ലിറ്റിൽ ബിറ്റ് എമൗണ്ട് മതി. ഓർ എന്തൊക്കെയായിരിക്കും? ഓൻ പറഞ്ഞത് റൈറ്റാ. എന്തായിരുന്നു? ടിൻ ഓർ Sn plus HCl. ഓക്കെ, ഇനി ഇതിലെന്തായിരിക്കും കൊടുക്കണ്ടേ? Na2 HCl. ദെൻ ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇത് കണ്ടോ, ഇത് ഏത് ചാപ്റ്ററിലാണ് ഇവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്? ഫിനോളിന്റെ പ്രിപ്പറേഷനിൽ മൂന്നാമത്തെ ഹെഡിങ്ങാ. അതിലെന്താ കൊടുക്കണ്ടേ? ഏറ്റവും എളുപ്പമുള്ളതാ. ശരി, ആരോ പറഞ്ഞു H2O അല്ലെ. ഇതിന്റെ താഴെ ഒരു വേർഡ് എഴുതിയില്ലെങ്കിൽ തരില്ല ഒരു മാർക്ക്. വാം കേട്ടോ, ഓർത്ത് നോക്കാം. വാം എന്ന് എഴുതി വെക്കണം. വാം കേട്ടോ, ഓർത്ത് നോക്കാം. വാം വാട്ടർ കേട്ടോ, ഓർത്ത് നോക്കാം. വാം വാട്ടർ എന്ന് തന്നെ എഴുതണം. ഹീറ്റ് എന്നുള്ള ഇതെല്ലാം കൊടുക്കണ്ടേ വാം വാട്ടർ. അപ്പൊ ഇത്ര എത്തുമ്പോൾ ഈ ടേബിൾ കറക്റ്റ് ആയിട്ട് ഞാൻ മുഴുവൻ എഴുതി. ഇനി എന്തിനത് പഠിക്കുന്നു കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ചാർട്ട് വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഗൈഡുകൾ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു ഓസ്വാളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം തന്നിട്ട് അവിടെ നിന്ന് ഒരു യുദ്ധക്കളം പോലെ ഇങ്ങനെ വരും, അടുത്തതിന് വേറെ യുദ്ധക്കളം പോലെ, അങ്ങനെ കുറെ സംഭവം ഉണ്ടാവും. അങ്ങനത്തെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ടൈപ്പ് ആക്കും. ഇനി ഏത് കൺവേർഷൻ, അപ്പൊ 4 ചാപ്റ്ററിലുള്ള കൺവേർഷനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് ടൈപ്പ് ആക്കുക. അതിൽ 2-3 ടൈപ്പുകൾ വരുന്നത് ബെൻസീൻ റിലേറ്റഡ് ആണ്. അതിൽ ഒരെണ്ണമാണത്. ഓർത്ത് നോക്കാം. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഓർത്ത് നോക്കാം. എക്സസൈസിലെ 9.8 കേട്ടോ, ഒന്ന് മനസ്സിലാക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാ. 9.8 നൈട്രോബെൻസീൻ കൺവേർട്ട് ടു ബെൻസോയിക് ആസിഡ് എങ്ങനെ ചെയ്യും? ഇപ്പോ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയും, ഞാൻ അന്ന് പഠിപ്പിച്ചതല്ലേ, ആൽക്കഹോളിൽ പഠിപ്പിച്ചതല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിൽ പൊസിഷൻ നോക്കി ഒബ്സർവ് ചെയ്യും. നൈട്രോബെൻസീൻ എവിടെയാ? മുകളിൽ പിടിച്ചേ, ഇവിടെ. ഇവിടെ നിന്ന് എവിടെയും വരെ എത്തണം? ബെൻസോയിക് ആസിഡ് ഇവിടെ വരെ എത്തണം. ഇനി ഈ ചാപ്റ്ററിൽ എവിടെ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? ഈ ചാപ്റ്ററിൽ ഇത് ഇവിടെ നിന്ന് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, ഇത് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? ഇവിടെ നിന്ന് ഇതുവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതെവിടെ കിടക്കണ? കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ കിടക്കുന്ന. അപ്പോ ഇത് പഠിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ കിട്ടില്ല, മനസ്സിലായി? അപ്പോ ഈ ചാർട്ട് വരക്കുന്നതിന്റെ കാരണം ഞാൻ പല സ്ഥലത്തായിട്ട് ഇത് ഹെഡിങ് ആണ്, ഇത് ഒരു ഹെഡിങ് ആണ്, ഇത് രണ്ടാമത്തെ ഹെഡിങ്, മൂന്നാമത്തെ ഹെഡിങ്, അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഹെഡിങ് ഒക്കെ പഠിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ശരിക്കും ആ ഹെഡിങ് ഒന്നും അല്ല, ഇന്നേ വരെ ഒന്നും പഠിപ്പിക്കാതെ വേണമെങ്കിൽ മുഴുവൻ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമവും മനസ്സിലൊരു സമാധാനം ഉണ്ടാവില്ല. സാർ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് എനിക്ക് ഫുൾ മാർക്ക് കിട്ടി, പക്ഷേ ചാപ്റ്ററിൽ എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെയാവും കേട്ടോ, ഓർത്ത് നോക്കാം. ഇനിയാണ് ഗെയിം മാറ്റുന്നത് എന്ന് പറഞ്ഞ് ഈ ചാപ്റ്റർ ഇപ്പൊ ഇവിടെ ക്രാഷ് നമ്മൾ വെക്കുന്നുണ്ട്. ക്രാഷ് വെക്കുമ്പോൾ ഒരു പോയിന്റ് എടുക്കില്ല, കണ്ടന്റ് എടുക്കുന്ന പരിപാടിയില്ല. എന്ത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റാവുന്ന ലെവലിലേക്ക് ഓർഗാനിക് മാറ്റും. ആദ്യത്തെ ലെവലെ ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ CBSE ഇന്നേ വരെ ഒരു 15 ഇയേഴ്സിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ഏത് ഓർഗാനിക് വന്നാലും നമുക്ക് ചെയ്യണം എന്നുള്ള ലെവലിലേക്ക് ആക്കാൻ വേണ്ടി ഇതുപോലത്തെ ചില പരിപാടികളുള്ളൂ. എന്ന് പറഞ്ഞാൽ 6 ടൈപ്പായിട്ട് ക്വസ്റ്റ്യൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ പേപ്പേഴ്സ് നിങ്ങൾക്ക് തരും അപ്പൊ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ 6 എണ്ണത്തിൽ നിങ്ങൾ മാസ്റ്റർ ആവാം. ഇപ്പൊ ഇതിൽ ചെയ്ത് മാസ്റ്റർ ആവണമെങ്കിൽ എല്ലാം ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ ഇപ്പൊ ആരും എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഈ കോമ്പൗണ്ട് കൺവേർട്ട് ടു മീഥെയിൻ പറ്റും. ഈ കോമ്പൗണ്ട് കൺവേർട്ട് ടു മീഥെയിൻ. ഇനി മീഥെയിനിന്ന് വേറെ, അതിനെല്ലാത്തിനും കറക്റ്റ് വഴിയുണ്ട്, കറക്റ്റ് ഓർഡർ ഉണ്ട്. പക്ഷെ അത് ഓർഡറിൽ പഠിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും? ക്ലിയർ ആവില്ല. അപ്പൊ കുറച്ച് വഴികൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ആ വഴി പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും വഴി തെറ്റിയാലും എങ്ങനെയെങ്കിലും ആ മെയിൻ റൂട്ടിലേക്ക് കയറാനായിട്ടുള്ള മെത്തേഡ് മതി. ആ മെയിൻ റൂട്ടിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ ഇതില് ക്വസ്റ്റ്യൻ എവിടെ തുടങ്ങി? നൈട്രോബെൻസീൻ ടു എവിടെ വരെ എത്തണം? ബെൻസോയിക് ആസിഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നേക്കുന്ന ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. അനിലിൻ ടു 2,4,6 ട്രൈബ്രോമോ ഫ്ലൂറോബെൻസീൻ. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോ. അനിലിൻ ടു ടെക്സ്റ്റ് ബുക്കിലെ 9.8 ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. അനിലിൻ ടു 2,4,6 ട്രൈബ്രോമോ ഫ്ലൂറോബെൻസീൻ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യും എല്ലാം കേട്ടോ. ഓക്കെ, അത് എങ്ങനെ ചെയ്യും? അനിലിൻ ടു 2,4,6 ട്രൈബ്രോമോ ഫ്ലൂറോബെൻസീൻ. അനിലിന് എന്താ? ബെൻസീൻ ഇരിക്കുമ്പോൾ NH2. അത് ഫ്ലൂറോബെൻസീൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇവിടം വരെ എത്തണം അല്ലെ, ഓർത്ത് നോക്കാം. ഇവിടം വരെ. ഇത് ഹീറ്റ് ആണ് കേട്ടോ, ഇവിടെ എഴുതിയിട്ടുള്ള ഹീറ്റ്. ഇനി ഇത് പഠിക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കുക, ഇത് ഹീറ്റ് ആണ് കേട്ടോ, ട്രയാങ്കിൾ ഹീറ്റ് എന്ന് എഴുതിയൊക്കെ ഡൗട്ട് വേണം. ഇവിടെ പഠിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. ഈ HbF4 അല്ലേ, ഈ ഇന്റർമീഡിയറ്റ് എഴുതണ്ട, നിങ്ങൾ HbF4 എഴുതാം, ഹീറ്റ് എന്ന് എഴുതാം. എന്ത് എഴുതാം? ഫ്ലൂറോബെൻസീൻ. ഇനി ഡൈസോണിയം സോൾട്ട് HbF4 Na2NCU എന്ന് എഴുതാം, നൈട്രോബെൻസീൻ.
കേട്ടോ. ഇത് എഴുതണോണ്ട് തെറ്റൊന്നുമില്ല. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നേരെ പിടിച്ചോ കേട്ടോ, ഓർത്ത് നോക്കുക. ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ വരില്ല. ഇത് വെച്ചൊരു ക്വസ്റ്റ്യനും വരില്ല. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റെപ്പ് ഉണ്ടാവും. ആ സ്റ്റെപ്പിൽ ഇന്റർമീഡിയറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ, ഓർത്ത് നോക്കുക. കറക്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് എഴുതി പോയാൽ മതി. അപ്പോൾ അതാണ് ഇതിന്റെ ഗുണം. അപ്പൊ എങ്ങനെ ചെയ്യും? അനലിൻ, അനലിനെ നമ്മൾ ബ്രോമിനേഷൻ ചെയ്യും. ബ്രോമിനേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? Br2 അല്ലെ, Br2 ആൻഡ് H2O കൊടുക്കും. അപ്പൊ എന്ത് വരും? ഓർത്തോ പാരാ പൊസിഷനിലെല്ലാം എന്ത് വരും? Br വരും. ഇനി എന്ത് ചെയ്യണം? NH2 നെ മാറ്റി എന്താക്കണം? ഫ്ലൂറിൻ ആക്കണം. NH2 മാറി എന്താക്കണം? ഫ്ലൂറിൻ. അങ്ങനെ ഫ്ലൂറിൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ എല്ലാം ഇതുപോലെ അല്ലെ, NaNO2 കൊടുക്കുമ്പോൾ ബ്രോമിന് മാറ്റം ഉണ്ടാവില്ല. ഇത് മുകളിൽ മാത്രം മാറും കണ്ടോ, N2 പ്ലസ് ആൻഡ് Cl മൈനസ് മാറും. ദെൻ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? കണ്ടോ, ഓർത്ത് വെക്കുക. ഈ കോമ്പൗണ്ട് വന്നു, ദെൻ ഇതിലേക്ക് എത്തി കേട്ടോ. ഓക്കെ, അപ്പോൾ വേഗം ഒന്ന് ഒരു ഫുൾ പേജിലേക്ക് ഇതങ്ങ് വരക്കണം കേട്ടോ. ഓക്കെ, ദെൻ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു A4 ഷീറ്റ് എങ്കിലും മിനിമം കേട്ടോ, ഓർത്ത് വെക്കുക. A4 അല്ലാതെ A3 കിട്ടും. നമ്മൾ ഇവിടെ വരച്ചേക്കുന്നൊക്കെ നിങ്ങൾക്ക് പ്രിന്റ് ഒക്കെ ഒന്ന് എടുത്തൊക്കെ കാണിച്ചു തരാം കേട്ടോ, ഓർത്തോ. കഴിഞ്ഞ വർഷം വരച്ചേക്കുന്നതാണ്. അതിനേക്കാളൊക്കെ ഭംഗിയിൽ വലിയ പിക്ചറിലാക്കി വരക്കണം. എന്തിന്? ഇത് പിക്ചറായിട്ട് പഠിക്കണം. പിക്ചറായിട്ട് പഠിക്കുമ്പോൾ എഴുതി പഠിക്കണ്ട, എടുത്തു പറയാം, എഴുതി പഠിക്കണ്ട. ഇത് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം കേട്ടോ. ഇത് വെച്ച് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചെയ്യും. എങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും? ദേ, ഫിനോൾ കൺവേർട്ട് ടു അനിൽ ഒരു കൺവേർഷനായി അല്ലെ, ഓർത്ത് നോക്കുക. ദെൻ നൈട്രോ ബെൻസീൻ ഉണ്ടോ, ഓർത്ത് നോക്കുക. കൺവേർട്ട് ടു ക്ലോറോ ബെൻസീൻ ഒരു ക്വസ്റ്റ്യൻ ആയി ഉണ്ടോ. അങ്ങനെ കണ്ടമാനം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിൽ കൂടി പോയി എന്താവും? പ്രാക്ടീസ് ചെയ്ത് പോയി പഠിക്കും അല്ലെ. നിങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ ആ വഴി എഴുതി പഠിച്ചിട്ടാണോ പോണേ വീണ്ടും? അല്ല അല്ലെ, നമ്മൾ പോയി അത് ഓട്ടോമാറ്റിക്കലി വർത്താനൊക്കെ പറഞ്ഞാൽ എത്തും. അതുപോലെ നമുക്ക് കിട്ടണം കേട്ടോ. ഓക്കെ, വേഗം വരച്ചു കേട്ടോ. ഫുൾ പേജിലേക്ക് വേഗം വരച്ചു. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകണം കേട്ടോ. ഈ ചാർട്ടില് ഇതിന്റെ പേരൊക്കെ ഒന്നും കൂടി പറയാനൊക്കെ ഉണ്ട്. എസ്പെഷ്യലി ഈ കോമ്പൗണ്ടിന്റെ പേരൊക്കെ ഒന്ന് പറയാനുണ്ട് കേട്ടോ. ഇത് ഓറഞ്ച് ഡൈ, ഇത് യെല്ലോ ഡൈ ആണ്, അസോ ഡൈ എന്നാണ് ഇതിന്. ഈ റിയാക്ഷന്റെ പേര് കപ്ലിംഗ് റിയാക്ഷൻ ആണ്. കപ്ലിംഗ് റിയാക്ഷൻ ആണ്. പറ്റൂല, അതൊരു റിയേജന്റാ. ബാൽഷ്മൻ റിയേജന്റ് എന്നാണ് വിളിക്കുന്നത്. ബാൽഷ്മൻ റിയാക്ഷൻ ആണ് അതിനെ വിളിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ആ പേര് കൊടുത്തിട്ടില്ല, പണ്ടുണ്ടായിരുന്നു. അത്യാവശ്യം നീറ്റായിട്ട് വരക്കാൻ നോക്കുക. വീട്ടിൽ പോയിട്ട് ഒരു A4 ഷീറ്റ് അല്ലെങ്കിൽ A3 ഷീറ്റ് എടുക്കുക. സ്കെച്ച് ഒക്കെ വെച്ച് ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയിൽ വരക്കാൻ നോക്കുക. കാരണം ഈ കോമ്പൗണ്ട് പിക്ചർ പോലെ നമുക്ക് മൈൻഡിൽ ഒരു ഓർഡറിൽ വരണം. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ റൂട്ടിലേക്ക് കൂടി കയറണം എന്ന് മനസ്സിലാവും കേട്ടോ, ഓർത്ത് നോക്കുക. പല റിയാക്ഷനും നമ്മൾ ഈ റൂട്ട് പിടിക്കുന്നതാ. ഇതൊരു ജംഗ്ഷനെ പോലെയാ, ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോകാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ മൈൻഡ് തിങ്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എത്രയും ഭംഗിയിൽ, എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അലൈൻമെന്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. അത് കൈകൊണ്ട് വരച്ചു പഠിക്കാം.
നിങ്ങൾ എഴുതി കഴിഞ്ഞല്ലേ? ബുക്ക് ഒന്ന് പാസ് ചെയ്ത് അയ്യോ അത് പേജ് എടുത്ത് പേജിലെ ക്വസ്റ്റ്യൻസ് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അമീൻ്റെ ടെക്സ്റ്റ് ബുക്ക് ബാക്ക് എക്സസൈസ് ആ പേജിലാ കൈ വെച്ചേക്കുന്നത്, ഇപ്പൊ താനാ വെച്ചേക്കുന്ന കയ്യില്, അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഉറക്കനെ വായിക്കുക, എല്ലാവരും കേൾക്കണം കേട്ടോ. C6H5NO2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നൈട്രോ ബെൻസീൻ അല്ലേ? ഓക്കെ, ദെൻ ആ അതിലേക്ക് എന്തിടാ? എന്തിട്ടെ? Fe or HCl ഇട്ടാ എന്ത് കിട്ടും? കോമ്പൗണ്ട്. ഏതായിരിക്കും കോമ്പൗണ്ട്? ആ ക്വസ്റ്റ്യൻ നമ്പർ ഉറക്കനെ പറഞ്ഞ് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിട്ടാ. 9.91 6th ക്വസ്റ്റ്യൻ 9.9 കേട്ടോ, അതിലെ 6th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓർത്തു, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ വരച്ചു എന്ന് കരുതാം, വരച്ചു കഴിഞ്ഞ ആൾക്കാർ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? അവർ ചോദിച്ചിരിക്കുന്നത് C6H5NO2, അതിലേക്ക് Fe and HCl ഇട്ടു, അപ്പൊ എന്ത് കിട്ടി? അനലിൻ. പിന്നെ എന്ത് കിട്ടും? HNO2 അല്ലെ? ഓർത്ത് നോക്കുക, HNO2 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് എങ്ങനെ പോകും? NaCl പോയാൽ എന്ത് കിട്ടും? HNO2. അപ്പൊ ഇവിടെ HNO2 കണ്ടു കഴിഞ്ഞാലും എന്ത് കിട്ടും? ഡയസോണിയം സോൾട്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യണം? C6H5OH ഇട്ടാൽ എന്ത് കിട്ടും? ഇത് ഉണ്ടോ? C6H5OH എന്താ കിട്ടുന്നത്? ഓറഞ്ച് ഡൈ. അപ്പോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് കിട്ടും, മനസ്സിലായി? ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇത് വെച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറെ കിട്ടും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കുറേ ആവും. ഇത് നല്ല കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ ഇതിൽ തന്നെ കോംപ്ലക്സിറ്റി കയറ്റും. എങ്ങനെ കോംപ്ലക്സിറ്റി കയറ്റുന്നത്? ഇതിലെങ്ങനെ കോംപ്ലക്സിറ്റി ആക്കും, അല്ലെങ്കിൽ ഇതിന് എങ്ങനെ നിങ്ങൾക്ക് വരും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അനലിനിൽ കുറേ റിയാക്ഷൻ പഠിച്ചു. നൈട്രേഷൻ, സൾഫണേഷൻ, ബ്രോമിനേഷൻ നേരത്തെ കണ്ടു. ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വേറെ സ്ഥലത്തൊക്കെ വരും അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന കോംപ്ലക്സിറ്റി കയറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റും? വേറെ കോമ്പൗണ്ടുകൾ മിക്സ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് വേറെ സ്ഥലത്ത് നിന്ന് ഇത് ജോയിൻ ചെയ്ത് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും, റീ എൻട്രി ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതൊക്കെ പതുക്കനെ കിട്ടണമെങ്കിൽ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വരച്ചു കഴിഞ്ഞ ആൾക്കാർ ഇതിനുമായിട്ട് സിമ്പിൾ ആയിട്ട് വരുന്നതാണ്. നമുക്ക് കുറച്ച് സമയമുണ്ട് അല്ലേ? ഓക്കെ, വേഗം ഒന്ന് എഴുതി വെച്ച് ഒരു 5 ക്വസ്റ്റ്യൻ എഴുതും. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അത് അവിടെ വെച്ചു ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസുകളാണ്. നൈട്രോബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നൈട്രോബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. നൈട്രോബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. കൺവേർഷൻസ് ആണ്. നൈട്രോബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. ഇതിൽ നോക്കി ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. അനലിൻ കൺവേർട്ട് ടു അയഡോബെൻസീൻ. അനലിൻ കൺവേർട്ട് ടു അയഡോബെൻസീൻ. അനലിൻ കൺവേർട്ട് ടു അയഡോബെൻസീൻ. അനലിൻ കൺവേർട്ട് ടു അയഡോബെൻസീൻ. അതിനടുത്ത് അനലിൻ കൺവേർട്ട് ടു നൈട്രോബെൻസീൻ. പല ആൾക്കാരും വിചാരിക്കുന്നത് സാറേ ഇത് ഇവിടെ നിന്ന് തിരിച്ചു പോയാൽ ഇത് കിട്ടുന്നു, പക്ഷെ എവിടെ നിന്ന് വരും? ഇങ്ങനെ കറങ്ങി അല്ലേ? വലിയ റിയാക്ഷനാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അനലിൻ കൺവേർട്ട് ടു നൈട്രോബെൻസീൻ. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇതിങ്ങനെ വന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയും ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ അനലിൻ കൺവേർട്ട് ടു നൈട്രോബെൻസീൻ. അനലിൻ കൺവേർട്ട് ടു നൈട്രോബെൻസീൻ. അതിനടുത്ത് ഫിനോൾ കൺവേർട്ട് ടു അനലിൻ. ഫിനോൾ കൺവേർട്ട് ടു അനലിൻ. എത്ര ക്വസ്റ്റ്യനായി? 4. ഒരെണ്ണം കൂടി തരാം. ഫിനോൾ കൺവേർട്ട് ടു അനലിൻ. അതിനടുത്ത് നൈട്രോബെൻസീൻ കൺവേർട്ട് ടു ഫ്ലൂറോബെൻസീൻ. നൈട്രോബെൻസീൻ കൺവേർട്ട് ടു ഫ്ലൂറോബെൻസീൻ. നൈട്രോബെൻസീൻ കൺവേർട്ട് ടു ഫ്ലൂറോബെൻസീൻ. അപ്പോൾ വേണ്ടത് എനിക്ക് ഒരു റിയാക്ഷൻ ആയിട്ടല്ല, വീട്ടിൽ നിങ്ങൾ ഇത് പഠിക്കുകയാണെങ്കിൽ ആദ്യം റൗണ്ട് ഇങ്ങനെ ഓടിച്ചു കാണാൻ പറ്റുമെന്ന് മനസ്സിലെന്ന് പറഞ്ഞു നോക്കണം. എങ്ങനെ പറഞ്ഞു നോക്കും? വീട്ടിൽ പോയി പഠിക്കാനായിട്ട് ഇത് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആദ്യം അനലിനിൽ തുടങ്ങിയിട്ട് അവിടെ തന്നെ അവസാനിക്കുന്ന അനലിനിലേക്ക് എന്ത് കിട്ടും അല്ലെ? സിങ്ക് ഡസ്റ്റ് ഇടുമ്പോൾ ബെൻസീൻ. ബെൻസീനിൽ എന്ത് കിട്ടും? കോൺസെൻട്രേറ്റ് HNO3 ഇടുമ്പോൾ നൈട്രോബെൻസീൻ. നൈട്രോബെൻസീനിൽ നിന്ന് അനലിൽ എന്ത് ഉണ്ട്? Fe+HCl അല്ലെ? SN+HCl. അത് കഴിഞ്ഞിട്ട് എന്താണ്? Na2 and HCl ഇടുക, ഡൈസോണിയം സോൾട്ട്. വാം വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫിനോൾ. അപ്പൊ ആദ്യത്തെ റൗണ്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഈ റൗണ്ട് ഇത് നല്ല അൾട്രാ ക്ലിയർ ആക്കാം. ഫസ്റ്റ് ഓർത്ത് നോക്കാം.
ദെൻ ഇവിടുന്ന് യൂണീക്ക് എൻഡ് ആണ് ഇതെല്ലാം യൂണീക്ക് എൻഡ് ആണ്. അപ്പൊ ആ യൂണീക്ക് എൻഡ് കൂടി ഒന്ന് ഓർഡറിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇതുപോലത്തെ ഏകദേശം ഒരു 5 ചാർട്ടുകളൊക്കെ എത്തുമ്പോൾ നല്ല അത്യാവശ്യം നിങ്ങളുടെ ബ്രെയിനിൽ എല്ലാ ചാപ്റ്ററുകളുടെയും റിലേഷൻ ആണ്. ഇനി ശ്രദ്ധിക്കുക, അപ്പൊ ഈ 5 ചാർട്ടേ ഉള്ളൂ സാറേ എന്ന് ചോദിക്കും. ഈ 5 ചാർട്ട് മിക്സ് ചെയ്താൽ എന്ത് ചെയ്യാം? അടുത്തത് അല്ലെ, ഇപ്പൊ 2 ചാർട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ക്വസ്റ്റ്യൻ. ആ 2 ആണോ, അങ്ങനെ ഈ 5 കൂടി മിക്സ് ചെയ്യാൻ ഇത് കഴിഞ്ഞാൽ ബൊമ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയൊന്നും ഇന്നേ വരെ വന്നിട്ടില്ല കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 ചാപ്റ്ററിലുള്ള കണക്ഷൻസ് ഉള്ളൂ, ബുദ്ധിമുട്ടുള്ള ഇഷ്ടം പോലെ തരുകയും ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഓർത്ത് നോക്കുക. ഇനി നമ്മൾ എൻട്രൻസിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ജെഇ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ജെഇ മെയിൻ അല്ല ഉദ്ദേശിക്കുന്നത്, അഡ്വാൻസ് പോർഷന് 16 ചാർട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ 16 ചാർട്ട് വെച്ച് എല്ലാവരും കവർ ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് കേട്ടോ. എന്ന് പറഞ്ഞാൽ മെയിൻ ഫ്രെയിമിൽ നിന്ന് മെയിൻ ഫ്രെയിമിലേക്ക് പോകുന്നത്. അപ്പൊ ഡെഡ് എൻഡ് ആയിട്ടുള്ള കണ്ടമാനം പഠിക്കാനുണ്ട്. ഓക്കെ, പക്ഷെ അല്ലാതെ ഏകദേശം ഒരു 16 ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന വമ്പൻ ഏരിയനെ മൊത്തം നമുക്ക് ഓർഡറിലാക്കാൻ പറ്റും. ജെഇ അഡ്വാൻസ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും ടഫ് ലെവൽ ക്വസ്റ്റ്യൻസുകളുടെ കൺവേർഷൻസുകൾ വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ആ ഇത് എന്താ പറയാ, ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ക്ലാസ്സിൽ നിന്നും വലുതായിട്ട് വരച്ച ഒരു ഷീറ്റായിട്ട് വരണം കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് തൊട്ട് റിവിഷൻ തുടങ്ങുകയാണ് കേട്ടോ. ഓക്കെ, മൈൻഡപ്പ് ചെയ്യാണ്, റിവിഷനാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ഓർഗാനിക് കെമിസ്ട്രി ആണ് നമ്മൾ റിവിഷനായിട്ട് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, റിവിഷന്റെ ഒരു ഏരിയ വരുന്ന കോമൺ ഫ്രെയിമുകൾ കുറച്ച് എഴുതാനുണ്ട്. ആദ്യം അടുത്ത ക്ലാസ്സിൽ അതാ തുടങ്ങുന്നത്. ദെൻ ഇൻഡിവിജ്വലി ഇനി വരുന്ന അല്ലെ, ഇനി ഈ ഒരു മന്ത് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ചെറിയ സെക്ഷൻസ് ഒക്കെ വെച്ച് തന്നെ പറഞ്ഞു കേൾപ്പിക്കുക. അങ്ങനെയുള്ള കുറെ പ്രോസസ്സുകൾ ഉണ്ട്. തുടങ്ങാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പോർഷൻ കഴിയാണ് കേട്ടോ. തരാം കേട്ടോ, ഒരു മിനിറ്റ് കേട്ടോ. നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പറൊക്കെ തരാം എല്ലാവർക്കും. ആ മീൻസിന്റെ ഇതിന്റെയൊക്കെ വേണോ നിങ്ങൾക്ക് തരാം കേട്ടോ. എല്ലാത്തിൻ്റെയും തരാം, അങ്ങോട്ട് വന്നാൽ മതി. ഇപ്പൊ ഉള്ളത് കേട്ടോ, ഓൺലൈനിൽ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇത് കിട്ടാത്ത ആൾക്കാരൊക്കെ വന്ന് ഇവിടുന്ന് വാങ്ങിക്കണം കേട്ടോ.